ആരാധിക്കുന്നത്. നിങ്ങളെ നിശ്ചയമായിട്ട് ദൈവം അനുഗ്രഹിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹിക്കുമ്പോൾ ഇടവരത്തുനിന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദീർഘിപ്പിക്കാതെ മുഖവരെ ഒന്നും കൂടാതെ കണ്ട് അച്ഛൻ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗം വായിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1-2 വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് രാത്രിയിലെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. 1-ാം വാക്യം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. Let not your heart be troubled. Believe in God and also believe in me. പ്രാർത്ഥിക്കാം. ഉള്ളം കലങ്ങും പ്രയാസം വന്നാൽ ഉണ്ടെനിക്കഭയ സ്ഥാനമൊന്ന്. ഉറ്റവർ സ്നേഹിതർ വിട്ടുപോവെന്നാലും ഉന്നതൻ മാറില്ല, കൈവിടില്ല. ഉറ്റവർ സ്നേഹിതർ വിട്ടുപോവെന്നാലും ഉന്നതൻ മാറില്ല, കൈവിടില്ല. എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമവൻ. കഷ്ടതയിൽ നൽകുന്നതാൻ ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. കഷ്ടതയിൽ നൽകുന്നതാൻ ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പാദപീഠത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങളെ കൂട്ടിവരുത്തിയതിനാൽ സ്തുതിക്കുന്നു. ഈ പുതിയ വർഷത്തിൽ ഇങ്ങനെ ഈ ഇടവകയ്ക്ക് തിരുവചനം ശ്രദ്ധിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തതിനാൽ സ്തോത്രം. ഒരുക്കങ്ങളിലൊക്കെ അങ്ങയുടെ കൃപ വ്യാപരിച്ചതിനാൽ സ്തുതിക്കുന്നു. ഇത്രത്തോളം നടത്തിയ കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ വിലയേറിയ മക്കളെ പലയിടങ്ങളിൽ നിന്നായിട്ട് തിരുവചനത്തിന്റെ ശ്രവണത്തിനായി ഈ കൂടാരത്തിൽ കൂട്ടിവരുത്തിയിരിക്കുന്നു. കൂട്ടിവരുത്തിയ ഞങ്ങളുടെ പ്രിയൻ നിന്ന് ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ സ്തുതിക്കുന്നു. ഞങ്ങളുടെ നടുവെ സന്നിഹിതനായിരിക്കുന്ന അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഇടവരുത്തണം. അങ്ങ് ഞങ്ങളോട് ഇടപെടണം. തിരുവചനത്തിൽ കൂടെ തിരുശബ്ദം അങ്ങയുടെ മക്കളെ കേൾപ്പിക്കണം. തിരിച്ചറിയാനും ചോദ്യം ചെയ്യാതെ അനുസരിപ്പാനും അങ്ങയുടെ മക്കൾക്ക് ഇടവരുത്തണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം കൊണ്ട് അങ്ങയുടെ ജനത്തെ ശുശ്രൂഷിക്കാൻ ഏഴയ്ക്ക് കൃപയും കരുത്തും നൽകി അനുഗ്രഹിക്കണമേ. പറയേണ്ടത് പറയാനുള്ള ധൈര്യവും പറയല്ലാത്തത് പറയാതിരിക്കാനുള്ള വിവേകവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഒരുപോലെ അനുഗ്രഹിച്ചാട്ട് എല്ലാ മഹത്വം വർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു മൂലം പ്രാർത്ഥിക്കുന്നു. ദയവുണ്ടായി കേൾക്കണമേ. ആമേൻ. Instead of a nuclear war between superpowers, the world may now face a new threat: terrorists armed with nuclear weapons. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ വാക്കുകളാണ്. തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഹാൻഡ് റിട്ടൺ കോപ്പി ഇസ്രായേൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ കോപ്പി മൈക്കിൾ ഡ്രോസ്റ്റിൻ എന്ന പത്രപ്രവർത്തകൻ പരിശോധിച്ച ശേഷം താൻ പ്രസിദ്ധീകരിച്ച ബൈബിൾ കോഡ് എന്ന ഗ്രന്ഥത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വാക്കുകളാണ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചത്. Instead of a nuclear war between superpowers, the world may now face a new threat: terrorists armed with nuclear weapons. മലയാളീകരിക്കേണ്ടതില്ലല്ലോ. നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ നാം കേൾക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകളുടെ ഒക്കെ മുൻപിൽ ടെററിസ്റ്റിന്റെ കരമുണ്ടെന്ന് നമുക്കറിയാം. അമേരിക്ക ഞെട്ടലോടെ ഓർക്കുന്ന സെപ്റ്റംബർ 11 അതിഭയങ്കരമായിരിക്കുന്ന സംഭവമായി പോയി. ലോകത്തിൽ അമേരിക്കയുടെ യശസ് ഉയർത്തിയ അവരുടെ
അഭിമാനത്തിന്റെ സ്തംഭമായിരുന്ന ഇരട്ട ഗോപുരത്തെ പ്ലെയിൻ ഉപയോഗിച്ച് ഇടിച്ച് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞ സംഭവം, അമേരിക്കയുടെ മനസ്സ് കീറി മുറിച്ചതായിരിക്കുന്ന സംഭവം, ഞെട്ടലോടെ ഓർക്കുന്നതായ സംഭവമാണ്. അത് തകർന്നു കഴിഞ്ഞ് അതിന്റെ അവശിഷ്ടങ്ങളെല്ലാം നീക്കി കഴിഞ്ഞപ്പോൾ ഗ്രൗണ്ട് സീറോയായിട്ട് അത് കിടക്കുന്ന സന്ദർഭത്തിൽ അതിന് ചുറ്റും നടക്കുവാൻ, യാത്ര ചെയ്യാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചത് ഓർക്കുന്നു. നിന്ന് കാണാനായിട്ട് സാധിക്കത്തില്ല, അവിടെ പോലീസ് നിൽപ്പുണ്ട്, നമ്മളെ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു വിടും. അങ്ങനെ അത് കാണാനിടയായി. പിന്നീട് കുറെ വർഷങ്ങൾ കൊണ്ട് അത് വീണ്ടും പഴയ പ്രതാപത്തോടുകൂടെ പടുത്തുയർത്തി. ബോംബെയിൽ നടന്നതായിരിക്കുന്ന സ്ഫോടനം നമുക്കറിയാം, നമ്മുടെ മനസാക്ഷിയെ കീറി മുറിച്ചതായിരിക്കുന്ന സംഭവമാണ്, നമ്മുടെ അഭിമാനത്തിന് മുറിവേറ്റ സംഭവമാണ്. അതും ഭീകരരുടെ സംഹാര താണ്ഡവമായിരുന്നു. നിരവധി പേർ മരിക്കുകയും എന്തെല്ലാം സംഭവങ്ങൾ അതിന്റെ പിന്നിലുണ്ടായിരുന്നു. ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഭീകരത. ഭീകരരുടെ കൈകളിൽ അത്യാധുനിക മാരക ആയുധങ്ങൾ ലഭിക്കുക എന്നതും അത് ലോകത്തിന്റെ സമാധാനത്തിന് തുരങ്കം വയ്ക്കും വിധത്തിൽ പലയിടത്തും പല പ്രകാരങ്ങളെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. സ്വൈര ജീവിതം ഒരിടത്തും സാധ്യമല്ല എന്ന് തോന്നത്തക്ക തരത്തിലുള്ള വാർത്തകൾ അനുദിനം വർത്തമാന പത്രങ്ങളിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. വർത്തമാന പത്രങ്ങളിലൂടെയും ആധുനിക മാധ്യമങ്ങളിലൂടെയും നമുക്ക് നൽകുന്നതായിരിക്കുന്ന ഇൻഫർമേഷൻസ് വിശ്വസനീയമെങ്കിൽ എന്താ ഇങ്ങനെ ദീർഘവിശ്വാസത്തോടും നെടുവീർപ്പോടും കൂടി അല്ലാതെ ഒരു ദിവസത്തെ വർത്തമാന പത്രം മടക്കി വെക്കാൻ നമുക്ക് ആർക്കും ആവില്ല. മനസാക്ഷിയുള്ളവർ ഞെട്ടലോടെ മാത്രമേ അതൊക്കെ കാണുകയുള്ളൂ. മാധ്യമങ്ങൾ അതിന് പൊടിപ്പും തൊങ്ങലും ചേർത്ത് വേദനയുടെ പര്യായമായതിനെ രസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കച്ചവട സംസ്കാരവും അതിനോടുകൂടെ പ്രബലപ്പെട്ട് വരുന്നുണ്ട്. എന്നാൽ സ്വസ്ഥതയും സ്വൈര്യവും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. അടുത്ത ഭാവിയിൽ എന്ത്, എവിടെ, എപ്പോൾ സംഭവിക്കുന്നതിനെ കുറിച്ച് ഒരു വ്യക്തതയും ആർക്കുമില്ല. ഒരു ഇൻഡെഫിനിറ്റ് ഫ്യൂച്ചറാണ് നമ്മുടെ മുൻപിൽ. അൺസർട്ടനിറ്റിയാണ് നമ്മുടെ ജീവിതം. സത്യമാണിത്, ശക്തമാണ്. ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയാണ്, പ്രശ്നങ്ങളാണ്. സാമൂഹികമായിരിക്കുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തികമായിരിക്കുന്ന പ്രശ്നങ്ങൾ, രാഷ്ട്രീയമായിരിക്കുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ ഈ നാം സ്വൈര്യമായി ജീവിക്കുന്ന ഭാരതത്തിൽ അവനവന് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനാവാത്ത തരത്തിൽ സാമൂഹികമായതും രാഷ്ട്രീയമായതും സാംസ്കാരികമായതും മതപരവുമായി എല്ലാം കൂടെ ചേർത്ത് വെക്കിക്കൊണ്ട് നമ്മുടെ സംസ്കാരത്തിന് തുരങ്കം വെച്ചുകൊണ്ട് വലിയ സംഭവങ്ങൾ ഈ കഴിഞ്ഞ ക്രിസ്തുമസ് ദിനത്തിലൊക്കെ നടന്നു. അടുത്ത വർഷം നമുക്ക് ഇതുപോലെ ഒരുമിച്ച് കൺവെൻഷനിലൂടെ കൂടാനാവുമോ എന്ന ഭയം നമുക്ക് പലർക്കുമുണ്ട്. പാടാൻ ഇറങ്ങാൻ പറ്റുമോ എന്ന ഭയം പലർക്കുമുണ്ട്. അതുപോലെ അസ്വസ്ഥത നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. അരാജകത്വത്തിന്റെയും അനിശ്ചിതത്വത്തിന്റെയും അസ്വസ്ഥതയുടെയും നിഴലിൽ നാം ജീവിക്കുന്നു. സത്യമല്ലേ? അത് നിഷേധിക്കാൻ ആർക്കുണ്ട് സാധിക്കും? നിങ്ങൾ ആർക്കെങ്കിലും സാധിക്കുമോ? വർത്തമാന കാലത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു ചെറിയ നേർചിത്രം നിങ്ങളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിച്ചതാണ്. ഇങ്ങനെ ഒരു അസ്വസ്ഥം നിറഞ്ഞ അനിശ്ചിതത്വമുള്ള ഭാവിയെ നോക്കി ആകുലപ്പെടുമ്പോൾ 2026 എന്താണ് ഞങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്, എന്താണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് യാതൊരു വ്യക്തതയുമില്ലാതെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ആശാവഹമായിരിക്കുന്ന, ആശ്വാസപ്രദമായിരിക്കുന്ന, ശക്തമായിരിക്കുന്ന ഒരു സന്ദേശം നമുക്ക് നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ശക്തമായിരിക്കുന്ന കർത്താവിന്റെ ആഹ്വാനമാണ് ഇത്. യേശു പറയുന്ന സന്ദർഭത്തിൽ ഈ മനുഷ്യന്റെ മനസ്സിൽ കലങ്ങിയാൽ, ഹൃദയം കലങ്ങിയാൽ അതിന്റെ തീവ്രത എത്രയുണ്ടെന്ന് തമ്പുരാൻ തന്നെ അനുഭവിച്ചറിഞ്ഞ ശേഷമാണ് ഇത് പറയുന്നത്. ഞാനൊരു വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അതിന്റെ 13-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകം ഉണ്ടെങ്കിൽ അതെടുത്ത് നോക്കുക. 13-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ ദൈവമായിരുന്ന കർത്താവ്, മനുഷ്യനായ ദൈവം, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പോയതായിരിക്കുന്ന കടന്നുപോയ അനുഭവങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ വചനത്തിൽ, ഈ പുസ്തകത്തിൽ. എന്താണ് ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി. യേശു ഉള്ളം കലങ്ങി. ആര്? അഖിലാണ്ടത്തിന്റെ ഉടയവൻ, ഈ കോസ്മിക് ഡിസൈൻ ചെയ്തവൻ, പ്രപഞ്ചത്തിന്റെ എല്ലാം അറിയുന്നവൻ, ഈ സൃഷ്ടിയുടെ റീസൺ ഫോർ എവറിത്തിങ്, ഒന്നും
ഒന്നുമില്ലായ്മ എല്ലാം സൃഷ്ടിച്ച്, കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞാൽ അവൻ മൂലവും അവനായിക്കൊണ്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. He designed this world in such a way. മനുഷ്യരെ സൃഷ്ടിച്ച് ഇതുപോലെ അതിശയമായിട്ട് നമ്മളെ സൃഷ്ടിച്ചു. അങ്ങനെയുള്ള സൃഷ്ടാവായ ദൈവം, ജഡം ധരിച്ച ദൈവം എഴുതിയിരിക്കുന്നു ഉള്ളം കലങ്ങി. അതുകൊണ്ട് ഈ ഉള്ളം കലങ്ങുമ്പോൾ മനുഷ്യന്റെ തലത്തിൽ നിന്നുകൊണ്ട് അതിന്റെ വേദനയുടെ തീവ്രത ഉള്ളതുപോലെ ഉൾക്കൊണ്ട ശേഷമാണ് ശിഷ്യന്മാരോട് താൻ ഇങ്ങനെ പ്രസ്താവിക്കുന്നത്. ശിഷ്യന്മാരുടെ ഉള്ളം കലങ്ങാനുള്ള കാരണം എന്താണ്? 13-ാം അധ്യായം നമ്മുടെ വീട്ടിൽ വായിക്കണം. അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് താൻ ഈ ലോകത്തോട് യാത്ര പറയുമെന്നുള്ള സത്യം അവരെ ബോധ്യപ്പെടുത്തി. ഞാൻ കുറെ നാൾ കഴിഞ്ഞിട്ട് ലോകത്തോട് യാത്ര പറയും. എന്റെ വിസിബിൾ പ്രസൻസ്, എന്റെ ബോഡിലി പ്രസൻസ് നിങ്ങൾക്ക് അനുഭവിക്കാൻ ലഭ്യമല്ല. കാരണം ഞാൻ എന്നെ ക്രൂശിക്കാൻ പോവുകയാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ്. ഇത് കേട്ടപ്പോൾ ശിഷ്യരുടെ മനസ്സ് കലങ്ങാതിരിക്കുന്നത് എങ്ങനെയാണ്? തങ്ങളെല്ലാം വിട്ടവന്റെ പുറകെ ഇറങ്ങിയവരാണ്. ആകർഷണീയമായൊന്നും ഈ ലോകത്തിൽ ഇല്ല. വീട് വിട്ടു, സ്വന്തക്കാരെ വിട്ടു, പടവ് വിട്ടു, വല വിട്ടു, നിയർ ആൻഡ് ഡിയറൻസ് എല്ലാം വിട്ടു. ഈ ഭൂമിയുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് മുഴുവൻ വിട്ടു. എന്തിനു വേണ്ടി? ഫോർ ദ സേക്ക് ഓഫ് ദ ഗോസ്പൽ. എന്നിട്ട് ആ കണ്ണുകളിലെ ആ പ്രകാശം ഉൾക്കൊണ്ട്, ആ കണ്ണുകളിൽ മാത്രം ഉറ്റു നോക്കിക്കൊണ്ട് തന്റെ കാൽപ്പാടുകളെ അനുധാവനം ചെയ്യുകയാണ്. ലോകത്തെ വീണ്ടെടുക്കുന്ന ശ്രേഷ്ഠമായ ദൈവിക ദൗത്യത്തിൽ തങ്ങൾ പങ്കാളിയാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ അരുമനാഥന്റെ കൂടെ ഇറങ്ങി തിരിച്ചതാണ്. കിടക്കുന്നത് അവനോട് കൂടെയാണ്. അവൻ എവിടെ കിടക്കുമോ അവന് കിടക്കും അവിടെ. സെക്യൂരിറ്റി ഇല്ല എവിടെ കിടക്കാമെന്നുള്ളതിനെ കുറിച്ച്. അവൻ എവിടെ കിടക്കുന്നോ അവിടെ കിടക്കും. അവൻ എന്ത് കിട്ടുമോ കഴിക്കുന്നത് ഞങ്ങൾക്കും കിട്ടും. അങ്ങനെ എല്ലാത്തിനും എല്ലാമായി അരുമനാഥൻ കൂടെയുണ്ട് എന്ന് ആനന്ദിച്ച് രസിച്ച് മിറക്കിൾ കണ്ട് അങ്ങനെ മുന്നോട്ട് യാത്രയാവുന്ന ശിഷ്യവൃന്ദത്തോട് ഒരു ദിവസം പറയുകയാണ്, എന്റെ ശാരീരിക സാന്നിധ്യം നഷ്ടപ്പെടാൻ പോകുന്നു. ഞാൻ ശാരീരികമായി നിങ്ങളുടെ കൂടെ ഇല്ല. ഇത് കേട്ടപ്പോൾ കലകത്തിന്റെ ഉണ്ടാവുമോ? ഒരു സുരക്ഷിതത്വമില്ല. കൊല്ലാൻ നടക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. അവിടുത്തെ മത സംഘടനകൾ, സംഘടിത മതസമൂഹം അവരെ എങ്ങനെയെങ്കിലും ഉന്മൂലനം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അരയും തലയും മുറുക്കി കർമ്മരംഗത്ത് ഇറങ്ങിയിരിക്കുന്നു. ശത്രുക്കളുടെ നടുവിൽ പിന്നെ പ്രിയനുണ്ടല്ലോ എന്നുള്ള വലിയ ബോധ്യത്തോടെയാണ് അവർ മുന്നോട്ട് യാത്രയാവുന്നത്. അപ്പോഴാണ് ഈ പ്രിയൻ നടുവിൽ നഷ്ടപ്പെടും. ഈ പ്രിയന്റെ സാന്നിധ്യം എന്നേക്കുമായി നഷ്ടപ്പെടും. വിസിബിൾ പ്രസൻസ് ഉണ്ടാവില്ല, നഷ്ടപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഉള്ളത്തിൽ ഉണ്ടായ കലങ്ങിയ അവസ്ഥ, അതിന്റെ തീവ്രത തനിക്ക് ഉൾക്കൊള്ളാനാവും. താൻ അനുഭവിച്ചതായതുകൊണ്ട് അത് പൂർണ്ണ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവരോട് പറഞ്ഞതാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. സ്നേഹിതരെ, ആരോടും പങ്കുവയ്ക്കാത്ത ജീവിതത്തിന്റെ സ്വകാര്യ നൊമ്പരം പേറി, നഷ്ടബോധം പേറി, പ്രിയപ്പെട്ടവരെ പലതരത്തിൽ മനസ്സ് കലങ്ങുന്നവരായിരിക്കാം നാം, വേദനയോടെ കഴിയുന്നവരായിരിക്കാം നാം, പിടിച്ചു നിൽക്കാൻ കേൾപ്പില്ലാതെ കണ്ട് മുന്നോട്ട് പോകുന്നവരാവാം, പലതരത്തിൽ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളെ അഭിമുഖീകരിക്കുന്നവരാവാം, ഭാവിയോർത്ത് പേടിക്കുന്നവരാകാം. തനിക്ക് അഭിമുഖീകരിച്ചിരിക്കുന്ന വേദനയും ഇൽനെസ്സും മറ്റാരും അറിയരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അത് കടിച്ചമർത്തി അതിന് നൊമ്പരം പേറുമ്പോൾ തന്നെ കുടുംബത്തിന്റെ അസ്വസ്ഥതയും അരാജകത്വവും അങ്ങനെ ഓർത്ത് ആകുലപ്പെടുന്നവരുണ്ടാകാം. 2026 നോക്കി അങ്ങനെ ആകുലതയോടെ നോക്കുന്ന പ്രിയപ്പെട്ടവരുടെ ആശാവഹമായിരിക്കുന്ന സന്ദേശം ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുകയാണ്. അരുമനാഥൻ ഉള്ളം കലങ്ങുമ്പോൾ അതിന്റെ തീവ്രത അതുപോലെ ഉൾക്കൊണ്ട് നമ്മുടെ ഉള്ളത്തിന്റെ കലക്കത്തിന്റെ തീവ്രത അവന് മാത്രമേ അതുപോലെ ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ വികാരി അച്ഛൻ അറിയില്ല, നിങ്ങളുടെ ബിഷപ്പിന് അറിയില്ല, ആർക്കും അറിയില്ല. പക്ഷെ അവൻ അതുപോലെ ഉൾക്കൊള്ളാൻ കഴിയും. കാരണം ഈ ഹൃദയത്തിന് ഡിസൈൻ ചെയ്തത് അവനാണ്. അതിന്റെ വേദനയുടെ തീവ്രത അവന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ അറിയുന്ന അരുമനാഥൻ ഇന്ന് ഈ രാത്രിയിൽ ഈ ദേവാലയത്തിന്റെ നടുവിൽ നിൽപ്പുണ്ട്. Each and everybody he knows personally. Praise the Lord. നമ്മോട് ഇടപെടാൻ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നു. അതാണ് സന്ദേശം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞതായിരിക്കുന്ന കാര്യം എന്താണ്? ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിച്ചെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. പിന്നെന്താ ദൈവത്തിൽ വിശ്വസിക്കാൻ പറഞ്ഞ് അതിന് റീസൺ ഉണ്ട്. കാരണം കുഞ്ഞുങ്ങളെ,
ദൈവത്തെ സേവിക്കാൻ വേണ്ടി, ദൈവവേല ചെയ്യാൻ വേണ്ടി ചരിത്രത്തിൽ നിങ്ങൾക്ക് മുൻപേ ജീവിച്ചതായിരിക്കുന്ന വിശുദ്ധന്മാരുണ്ട്. ദൈവത്തിന് വേണ്ടി, ദൈവത്തോടൊത്ത്, ദൈവത്തിന്റെ ലോകത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് ഈ ലോകത്തിൽ അവന്റെ കാൽപ്പാടുകളെ അനുധാവനം ചെയ്ത് മരിച്ചടക്കപ്പെട്ട വിശുദ്ധന്മാരുടെ ചരിത്രം പിൻപിലുണ്ട്. അവരുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെ ഇടപെട്ടുവോ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും അതേ ദൈവം എന്നും ഇടപെടാൻ ശക്തനാകയാൽ നിങ്ങൾ അവനിൽ വിശ്വസിപ്പീൻ. ഇന്നലകളിൽ ദൈവത്തിന്റെ പ്രക്രിയകളെ അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട്, ഇന്നലകളിൽ ദൈവം ചെയ്ത പിതാക്കന്മാരുടെ ജീവിതത്തിൽ, വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ, ദൈവത്തെ വെളിപ്പെടുത്തിയ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണോ ഇടപെട്ടത് അതേ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവത്തിൽ വിശ്വസിപ്പീൻ. He is a living and loving God. Believe in him. അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്, ആ ദൈവത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ വെളിപ്പെടുത്തിയ എന്നിലും വിശ്വസിപ്പീൻ. എന്താണ് ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ, അവരാഗ്രഹിക്കണമെന്ന്, അവരറിയണമെന്ന് തമ്പുരാൻ ആഗ്രഹിച്ചത് എന്ന് എന്റെ മനസ്സിൽ കൂടെ ദൈവം തമ്പുരാൻ തോന്നിച്ചതായിരിക്കുന്ന 4 ചെറിയ ചിന്തകളാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചിന്ത, faith in the presence of the Lord. അവന്റെ സാന്നിധ്യത്തിൽ വിശ്വസിക്കണം. കർത്താവ് പറഞ്ഞു, മനുഷ്യർക്ക് യെരൂശലേമിൽ പോവാ, അവര് ക്രൂശിക്കും എന്ന് പറഞ്ഞാൽ ഈ ശാരീരിക സാന്നിധ്യം നഷ്ടപ്പെടും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർ തലത്തിൽ എന്നെ കാണാൻ പറ്റത്തില്ല. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം വിസിബിൾ അല്ലാത്ത അവസരത്തിലും തന്റെ ഭക്തർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേ ദൈവം ഇന്നും കർമ്മനിരതനാകയാൽ ആ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. 139 സങ്കീർത്തനം കാണപ്പാടെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? 139 സങ്കീർത്തനം, ദൈവമേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു എന്നുള്ള ആ സങ്കീർത്തനം. അതിനകത്തെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളുണ്ട്. മനോഹരമായിരിക്കുന്ന വാക്യങ്ങളാണ്. അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്. പിന്നെ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെ ഉണ്ട്. പിന്നെ ഉഷസ്സിൽ ചെറുത് തെറിച്ച് സമുദ്രത്തിന്റെ അറ്റത്തിൽ നിന്ന് വാർത്താൽ അവിടെ നീ ഉണ്ട്. വേറെ പറയുമ്പോ യു ആർ ദേർ. ഇപ്പൊ ദൈവമില്ലാത്ത ഒരിടവുമില്ല, ദൈവത്തിന് വരാനാവാത്ത ഒരു മേഖലയും മനുഷ്യന്റെ ജീവിതത്തിൽ ഇല്ല. ഇതറിയണം. ആരോരും എന്റെ ജീവിതത്തെ കാണുന്നില്ല, എന്റെ ജീവിതത്തിൽ ആരുമില്ല, എനിക്കാരുമില്ല എന്നൊക്കെ വിചാരിച്ച് ആകുലപ്പെടുന്ന മനുഷ്യരോട് ഇന്നും തമ്പുരാൻ പറയുന്ന വാക്യമാണിത്. നിങ്ങളുടെ കൂടെ എനിക്ക് എപ്പോഴും വരാനായിട്ട് സാധ്യമായി തീരും. ഈ സാമ്പത്തികമായ നേട്ടം വരിച്ച കാലത്തിലും ശാസ്ത്രീയമായ നേട്ടം വരിച്ച കാലത്തിലും ഒത്തിരി ആൾക്കൂട്ടങ്ങൾ, ആൾബലമുണ്ടെന്ന് വിശ്വസിക്കുന്ന കാലത്തിലും പല മനുഷ്യരുടെയും ചിന്ത, പല മനുഷ്യരുടെയും ഒരു ഭയങ്കരമായിരിക്കുന്ന രോഗമാണ് ഐ ആം നോബഡി, ഐ ഹാവ് നോബഡി. സമൂഹത്തിൽ അതല്ല ജീവിക്കുന്നത്. റിലേഷൻഷിപ്സ് ഒത്തിരി ഉണ്ട്. ബട്ട് സോർട്ട് ഓഫ് ഫീലിംഗ് ഐ ആം നോബഡി ആൻഡ് ഐ ഹാവ് നോബഡി. ഞാൻ ആരുമല്ല, എനിക്കാരുമില്ല. ഇതാണ് വർത്തമാന കാലഘട്ടത്തിലെ രോഗങ്ങളുടെ പ്രധാന കാരണം. എനിക്കാരുമില്ല, ഞാൻ ആരുമല്ല. ഈ സിസ്റ്റം നെഗറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് പുതിയ പുതിയ അസുഖങ്ങളുടെ മേഖലകളിലേക്ക് മനുഷ്യ ജീവിതം പോകുന്നത്. ആധുനിക ശാസ്ത്രത്തിന്റെ, വൈദ്യശാസ്ത്രത്തിന്റെ കണ്ടെത്തൽ അതാണ് പ്രിയപ്പെട്ടവരെ. മാരകമായിരിക്കുന്ന പല രോഗങ്ങളും ഈ ഒരു അസ്വസ്ഥതയിൽ നിന്ന് ഉളവാകുന്നതാണ്. ഏത് മാരകമായിരിക്കുന്ന രോഗത്തെ പോലും ചികിത്സിക്കത്തക്ക തരത്തിലുള്ള ഒരു ഡോക്ടറെ ദൈവം നമ്മുടെ അകത്ത് വെച്ചിട്ടുണ്ട്. അത് എതിരായി പ്രവർത്തിക്കുന്നത് ഇത്യാദി ചിന്തകൾ മനുഷ്യ മനസ്സിലേക്ക് വരുന്ന സന്ദർഭത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതിനൊരു അദൃശ്യ തലമുണ്ട്, ദൃശ്യമായ തലമുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുക. നമുക്ക് വിശ്വാസം എന്ന ഡെഫിനിഷൻ എന്താണ് അറിയാം? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അത് നിർവചിക്കാൻ എളുപ്പമാണ്. പക്ഷെ എന്താണ് അതിന്റെ അർത്ഥം? അത് ആഴത്തിലേക്ക് ധ്യാനിക്കുമ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും ജീവിക്കുന്ന ഇടത്ത് അത് വസ്തുനിഷ്ഠമായി അപഗ്രഥം ചെയ്ത് പഠിക്കാനായിട്ട് ചിന്തിച്ചാൽ
നാം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ അതിനകത്ത് തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. സാധാരണ ജീവിതം. മനുഷ്യ ശരീരത്തിൽ എത്ര കോശങ്ങളാണ്? ഡോക്ടേഴ്സിന്റെ കൂട്ടത്തിലുണ്ടെന്ന് എനിക്കറിയാം, വൈദ്യശാസ്ത്രം അറിയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് അറിയാം. 120 trillion tissues are there in our body. നമ്മളാരും കണ്ടിട്ടില്ല, എണ്ണിപ്പുറക്കി നോക്കിയിട്ടുമില്ല. അതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ നൽകിയ റിപ്പോർട്ട് നാം വിശ്വസിക്കുന്നുള്ളത്. ഒരു കോശത്തിന് ഏതെല്ലാം ഘടനകളുണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സൈറ്റോപ്ലാസം, മൈറ്റോകോൺട്രിയ, ന്യൂക്ലിയസ്, ഇത് കണ്ടിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാത്തത് കൊണ്ട് അതില്ലേ? അതില്ലെങ്കിൽ എനിക്ക് നിൽക്കാനാവുമോ? ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ന്യൂക്ലിയസിനെ കണ്ടിട്ടില്ല, ഞാൻ മൈറ്റോകോൺട്രിയ കണ്ടിട്ടില്ല. നാം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ സിസ്റ്റത്തിൽ ഊർജമാക്കി തീർക്കുന്ന സിസ്റ്റമാണ് മൈറ്റോകോൺട്രിയ. ഞാൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ രാവിലെ ഞാൻ കഴിച്ച എന്താ ഞാൻ പച്ചമ്മയുടെ അടുത്തൊന്നും കഴിച്ചെന്ന് പറയുന്നില്ല. അത് കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നില്ല. ആ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യും? എവിടെ പോയി? ഞാൻ മരുവൻ നേരത്തെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള വിഭവം കുമാരയുടെ അച്ഛനും കൊച്ചമ്മയും കൂടെ ഒരുക്കി വെച്ചിരുന്നത് അച്ഛനും ഞങ്ങൾ അറിയാം. അതുകൊണ്ടാണ് അതെന്ത് ചെയ്യും? അതെന്റെ സിസ്റ്റത്തിന്റെ ഭാഗമായി തീർന്നു. മൈറ്റോകോൺട്രിയ വർക്ക് ചെയ്തു, അത് ഫ്യൂവലായി കൺവേർട്ട് ചെയ്തു. ഞാൻ കണ്ടോ? ആന്റി കണ്ടോ രാവിലെ കഴിച്ചത് ഫ്യൂവലായത്? ഇല്ല. അത് കാണാത്തത് കൊണ്ട് ഇനിയും ഇല്ല. അപ്പൊ കാണാത്ത തലത്തിലെ ഫംഗ്ഷനാണെന്ന് കാണുന്ന തലത്തിൽ എന്നെ ആക്റ്റീവാക്കി നിർത്തിയിരിക്കുന്നത്. ഈ ആക്റ്റീവായി നിൽക്കണമെന്നുണ്ടെങ്കിൽ കാണാത്ത തലത്തിലൊരു പ്രവർത്തനമുണ്ട്, ആക്ഷനുണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അംഗീകരിക്കണം. അപ്പോൾ മാത്രം വിശ്വാസം എന്നതിന്റെ ഡെഫിനിഷൻ എനിക്ക് മനസ്സിലാക്കുന്നു. വിശ്വാസം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ കുടിക്കുക വീണ്ടും. ഞാൻ ഈ വെള്ളം കുടിച്ചു. എന്തുകൊണ്ടാണ് വെള്ളം കുടിച്ചത്? ഇത് എവിടെ തിളപ്പിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഇതിന്റെ pH വാല്യൂ എത്രയെന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്ത് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഞാൻ വിചാരിക്കുന്ന എന്റെ വിചാരം എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട അച്ഛൻ സ്തോത്രം പറഞ്ഞ് കൊച്ചമ്മയുടെ കൊടുത്ത് കൊച്ചമ്മ തിളപ്പിച്ച് ഫ്ലാസ്കിനകത്ത് കൊച്ചമ്മയുടെ വീട്ടിൽ ഇത് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഒഴിച്ചു വെച്ചു, ഞാൻ കുടിക്കുന്നു. അത് ആദ്യം വരുന്നത് ഇത് ഞാൻ കുടിക്കാൻ എനിക്ക് പ്രേരണ തന്നത് എന്താണ്? വിശ്വാസമാണ്. അപ്പൊ ആദ്യം എന്താ വരുന്നത്? വിശ്വാസമാണ്. നമുക്ക് അതിനെ കണ്ട ശേഷം വിശ്വസിക്കുന്നത് അല്ലേ? എന്തെങ്കിലും കാരണം വിശ്വസിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ കുടിക്കാൻ കാര്യം എന്താണ്? ആദ്യം എനിക്ക് വിശ്വാസം ഉണ്ടായി. ഇത് കുടിച്ചാൽ കുഴപ്പമുണ്ടാകത്തില്ല. കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ കുടിക്കുവോ? കുടിക്കത്തില്ല. കുടിക്കുവോ? ഇല്ല. അപ്പൊ ആദ്യം പറയുന്നത് എന്താണ്? ഫെയ്ത്താണ്. അങ്ങളെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അങ്കിള് കേൾക്കുന്നത് എനിക്ക് എങ്ങനെ അറിയാം? ഇങ്ങനെ കുലിക്കാൻ പറ്റുമോ? അത് നമ്മുടെ ചില ഹോട്ടലിലൊക്കെ ഇരിപ്പോൾ ഇങ്ങനെ കുലുക്കുന്ന ഒരു പാർട്ടി ഇരിപ്പോൾ കണ്ടില്ലേ? ഈ തമിഴന്മാർ ഹോട്ടലൊക്കെ ചെന്നാലാണ് ഇത് കുലുക്കുന്നതാണോ? എന്താ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് 50% മനസ്സിലാകത്തുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, കീപ്പ് സ്പീക്കിംഗ്. പക്ഷെ എന്റെ വിചാരം എന്താണെന്നറിയാമോ? എന്റെ വിശ്വാസം എന്താണെന്നറിയാമോ? ഞാൻ പറയുന്നതെല്ലാം അവിടെ ചർച്ചക്കാർ കേൾക്കുന്നുണ്ടെന്നുള്ളത് വിശ്വാസത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നു. ഇതെന്ന് പണിതതാ, ഇതിന്റെ ഉറപ്പെന്താ? ഇതൊന്നും ഞാൻ നോക്കിയോ? ഇല്ല. പിന്നെ താടിക്കരയിൽ നിൽക്കുക. ഞാൻ ഇതേ പിടിച്ച് ഇങ്ങനെ നിൽക്കുക. ഇത് എന്നുണ്ടാക്കിയതാ? ഇതിന്റെ ബലം എന്താണ്? ഇതൊന്നും എനിക്കറിയാൻ വയ്യ. പക്ഷെ എന്റെ പുസ്തകം താഴെ പോകത്തില്ലെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ നിൽക്കുക. എനിക്ക് ഡ്രൈവിംഗ് അറിയാം. ആ വണ്ടിയുടെ ഡ്രൈവിങ് അറിയാമെന്നല്ലാതെ അതങ്ങോട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് സ്വിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തെ ഓൺ ആകും. ചിലപ്പോൾ സ്റ്റാർട്ട് ആകത്തില്ല, ന്യൂട്രലാകാത്തതുകൊണ്ട്. എന്നാൽ ന്യൂട്രൽ ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വണ്ടി അങ്ങ് സ്റ്റാർട്ടാകും. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ഇട്ടങ്ങ് പോവുക. അത്രേ എനിക്ക് അറിയത്തുള്ളൂ. വേറെ ഒന്നും എനിക്ക് അറിയത്തില്ല. എനിക്കറിയാത്തത് കൊണ്ട് അതിന്റെ അറിയാത്ത മേഖലകളിൽ ഒരു സിസ്റ്റം ഇല്ലേ? ഉണ്ട്. ആ സിസ്റ്റം ഇല്ലേ പിന്നെ എനിക്ക് പറ്റുമോ? അപ്പൊ എന്റെ ചിന്ത എന്താണ്? എന്റെ വണ്ടിയില് ഞാൻ കയറി ഡ്രൈവ് ചെയ്താൽ സുരക്ഷിതമായി എന്നെ ഇന്നടുത്ത് കൊണ്ട് എത്തിക്കുമെന്നുള്ള എന്നെ ഉറപ്പാണ്. ഞാൻ അവിടെ വണ്ടി ഡ്രൈവ് ചെയ്യാൻ കയറും. ഇതാണ് വിശ്വാസം. ബയോളജി ഓഫ് ബിലീഫ് എന്ന പേരിൽ ഒരു പുസ്തകം ഈ അടുത്ത സമയത്ത് എന്നെ കിട്ടി. ബയോളജി ഓഫ് ബിലീഫ്.
എനിക്ക് തോന്നുന്നു കൊച്ചമ്മയ്ക്ക് എഴുതിക്കൊണ്ട് അത് പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു. ബ്രൂസ് എച്ച് ലിപ്റ്റൺ എഴുതിയ പുസ്തകം. ബ്രൂസ് എച്ച് ലിപ്റ്റൺ 20 വർഷം അദ്ദേഹം കരീബിയൻ ഐലൻഡിൽ പോയി ഡോക്ടറാണ് അദ്ദേഹം താമസിച്ച് ഇതിനെക്കുറിച്ചുള്ള വിശദമായ പഠനം നടത്തി. ഓരോ കോശഘടനയെക്കുറിച്ചും കോശങ്ങളുടെ മാറ്റങ്ങളെക്കുറിച്ചും ഈ നമ്മുടെ ഈ സ്കിന്നിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഈ പുറത്തുനിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻ അകത്ത് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിനകത്തെ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഇതെല്ലാം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനോഹരമാണ് പുസ്തകം വായിക്കാൻ. ബയോളജി ഓഫ് ബിലീഫ്. അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. പക്ഷെ ഈ പരീക്ഷണം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായി തീർന്നു. ഈ കോശഘടനയെക്കുറിച്ചും കോശത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ചും വി കനോട്ട് ഡിഫൈൻ ഇറ്റ്. എങ്ങനെ ഇത് സംഭവിക്കും നമുക്കറിയാൻ വേണ്ടി. കോശങ്ങൾ തമ്മിൽ വലിയ ബന്ധമാണ്. അതുകൊണ്ടാണ് ഈ ചർച്ചിനെ ബോഡിയോട് ഉപയോഗിച്ചിരിക്കുന്നത്, ശരീരത്തോട് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണെന്നറിയാമോ? 120 ട്രില്യൺ ടിഷ്യൂസ് ഉണ്ടെങ്കിലും അവ തമ്മിൽ ഇൻസെപ്പറബിളി ഒരു വലിയ ബന്ധമുണ്ട്. എന്നാൽ അറ്റ് ദ സെയിം ടൈം ഈ ഓരോ കോശങ്ങളും ഇൻഡിപെൻഡന്റ് ആണ്. ഇൻഡിപെൻഡന്റ് ഫങ്ഷനിങ് ഉണ്ട്. ഓരോ കോശങ്ങളിലും കോശഘടനകളുണ്ട്. പക്ഷെ അവയെല്ലാം അഭേദ്യമായ ബന്ധമാണ്. ആ ബന്ധം, കോശങ്ങളുടെ ബന്ധം വിച്ഛേദിച്ച് കഴിയുമ്പോഴാണ് അത് മറ്റൊന്നായി മാറി ക്യാൻസറായിട്ട് രൂപാന്തരപ്പെടുന്നത്. ഇതൊക്കെ വളരെ മനോഹര മനുഷ്യ ഘടന തന്നെ പഠിച്ചാൽ മതി ഈ കാര്യങ്ങളെ ഗ്രഹിക്കാൻ. നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ നടക്കുന്നതാണ്. വിശ്വസിക്കുക വളരെ ശക്തമാണ്, വളരെ കരുത്തുള്ളതാണ് വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി എനിക്ക് ഈ ഫിസിക്കലി പല കാര്യങ്ങൾ അന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ട്. എന്നാൽ കൃത്യസമയത്ത് അവസാനിപ്പിക്കുന്ന ആദ്യത്തെ ദിവസമാണ്. നമ്മുടെ അച്ഛൻ വളരെ മിടുക്കുന്ന സമർത്ഥന, അധികം ഒന്നും പറയത്തില്ല. പക്ഷേ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? ഈ ഉപദേശിക്കുന്ന മനസ്സിലിട്ടല്ല. ഇന്ന് ശരിക്കും തക്ക സമയത്ത് അവസാനിപ്പിച്ച ഇത്രയും പേരെയും ചിലപ്പോൾ നാളെ വലിയ പകുതി പോലും കാണത്തില്ല. അതുകൊണ്ട് സൂക്ഷിച്ചോണം. വെഞ്ചിനോട് പ്രസംഗിക്കേണ്ടി വരരുത്. അതുകൊണ്ട് സൂക്ഷിച്ചോണം. എനിക്ക് മുന്നറിയിപ്പ് വന്നു. അദ്ദേഹം ചിരിച്ചോണ്ട കാര്യങ്ങളൊക്കെ പറയുന്നത് എനിക്ക് നല്ലോണം അറിയാം, വർഷങ്ങളായിട്ട് അറിയാവുന്നതുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ വിശ്വസിപ്പീൻ, അവനിൽ വിശ്വസിപ്പീൻ, അവന്റെ സാന്നിധ്യത്തിൽ വിശ്വസിപ്പീൻ. When we are failed to trace him where he is with you. നമ്മുടെ യോഹന്നാൻ മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി എഴുതിയ ഓർമ്മകളും കുറിപ്പുകളും എന്ന ശീർഷകത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു പഴയ പുസ്തകമാണ്. അതിനകത്ത് തിരുമനസ്സുകൊണ്ട് മിസസ് ചാൾസ് കൗമാൻ എഴുതിയ സ്ട്രീംസ് ഇൻ ദി ഡെസേർട്ട് എന്ന ധ്യാന പുസ്തകത്തിൽ നിന്ന് ഒരു സംഭവ കഥ ഉദ്ധരിച്ചിട്ടുണ്ട് തിരുമേനി. ആ തിരുമേനിയുടെ ഉദ്ധരണിയാണ്, ആ കഥയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇംഗ്ലണ്ടിലെ എക്സിറ്റർ നഗരത്തിൽ നടന്നതായിരിക്കുന്ന ഒരു സംഭവമാണ്. ജിം എന്ന വൃദ്ധനായ മനുഷ്യൻ എന്നും തുറന്നിട്ടിരിക്കുന്ന ദേവാലയത്തിൽ കൃത്യം 12 മണിയാകുമ്പോൾ പ്രാർത്ഥിക്കാൻ പോകും. ജിം അദ്ദേഹം ആലയത്തിൽ പ്രവേശിച്ച് അൾത്താരയുടെ മുൻപിൽ പോയി തന്റെ 2 കരങ്ങളും ഉയരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് തന്റെ ഹൃദയത്തിന്റെ നൊമ്പരം മുഴുവനും തന്റെ പ്രിയനോട് പങ്കുവെക്കും. അസുരഗണങ്ങൾ ധാരധാരയെ കവൾത്തടത്തിലൂടെ ഒഴുകി വരും. അത് ആ കാർപ്പറ്റിൽ വീഴും. അവസാനം പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയും, ഡിയർ ലോർഡ്, യുവർ ജിം ഈസ് ഹിയർ. പ്രിയ കർത്താവേ, നിന്റെ നിന്നോട് വന്നിട്ടുണ്ട്. പതിവായിട്ട് 12 മണിക്ക് പ്രാർത്ഥിക്കാൻ വരുന്ന ഈ മനുഷ്യൻ എന്തിനാവാം ഈ 12 മണിക്ക് പ്രാർത്ഥിക്കാൻ വരുന്നത്? ഈ ദേവാലയ സൂക്ഷിപ്പുകാരന് സന്ദേഹമുണ്ടായി. അദ്ദേഹം ഒരു ദിവസം സാവധാനം ഇദ്ദേഹം അകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞ് ശബ്ദം ഉണ്ടാക്കാതെ അദ്ദേഹം എന്ത് ചെയ്യുന്നെന്ന് അറിയാനായിട്ട് പുറകിൽ വന്നു നിന്നു. അദ്ദേഹം കണ്ട കാഴ്ച ഇങ്ങനെയാണ്. കൈകളെ വിരങ്ങളിലേക്ക് ഉയർത്തി നൊമ്പരം തന്റെ പ്രിയനോട് പങ്കുവെച്ചു. ഈ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളും വികാരങ്ങളും ഉള്ളതുപോലെ ഏറ്റെടുക്കാനും അറിയാനും കഴിയുന്നത് അത് മാത്രമേ ഉള്ളൂ. എല്ലാം പങ്കുവെച്ചു. തന്റെ ഫിസിക്കൽ വീക്ക്നെസ് പങ്കുവെച്ചു. അസുരഗണങ്ങൾ ധാരധാരയായി ഒഴുകി അത് അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ വീണു, താഴെ കാർപ്പറ്റിൽ വീണു. അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാൻ നേരത്തെ അദ്ദേഹം പറയുന്ന വാക്കുകൾ ഈ മനുഷ്യൻ കേട്ടു. ഡിയർ ലോർഡ്, യുവർ ജിം ഈസ് ഹിയർ. അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് തന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു സ്ട്രീറ്റ് ക്രോസ് ചെയ്തിട്ട് വേണം അദ്ദേഹത്തിന് പോകേണ്ടത്. അങ്ങനെ സ്ട്രീറ്റ് ക്രോസ് ചെയ്യുമ്പോൾ ട്രാഫിക് സിഗ്നൽ തെറ്റിച്ചു വന്ന വേഗത്തിൽ വന്നതായിരിക്കുന്ന ഒരു വാഹനം അദ്ദേഹത്തെ ഇടിച്ചു. ഗുരുതരമായി അദ്ദേഹത്തിന്റെ മുറിവും ചതവും ഒടിവും ഉണ്ടായി. അദ്ദേഹത്തെ അടുത്തുള്ള ഓർത്തോപീഡിക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഓർത്തോപീഡിക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സും നഴ്സിനും ഒരു കാര്യം സംബന്ധിച്ചേ പറ്റൂ, അവിടെ ആയിരിക്കുന്ന പേഷ്യൻസ് ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല. അതെന്താ കാരണം? അവരുടെ വേദനയാണ്. ആ വേദന കൊണ്ട് അവർ സംതൃപ്തരല്ല.
ജിമ്മിനെയും അവിടെയാണ് കൊണ്ടുപോയത്. ആ വാർഡിലാണ് അഡ്മിറ്റ് ചെയ്തത്. അദ്ദേഹത്തിന് മാരകമായിരിക്കുന്ന ഒടിവും ചതവും മുറിവൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, കൈ അനങ്ങാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം എപ്പോഴും പ്രസന്നവദനായി കണ്ടു. ഒരിക്കലും പരാതിയില്ല, മർമറിങ്ങില്ല, ആരോടും പരിഭവമില്ല. പകരം തന്റെ മുറിവുകളും വേദനകളും ഒക്കെ ഉണ്ടായിട്ടും വേദന സഹിച്ചുകൊണ്ട് സുസ്മേരവദനായി കാണപ്പെട്ട് സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ വീരടികൾ പാടിക്കൊണ്ട് അവിടെ അദ്ദേഹമായിരുന്നു. ചുറ്റുപാട് കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ ശ്രദ്ധിച്ചു. ജിമ്മിന് എന്താ വേദനയൊന്നുമില്ലേ? അവർ ഓരോരുത്തർ ചോദിച്ചു, ജിം, യു ഡോണ്ട് ഹാവ് പെയിൻ? ജിം പറഞ്ഞു, യെസ് ഐ ഹാവ് പെയിൻ. പക്ഷേ എന്റെ വേദന എന്റെ കൂടെ സഹിക്കാൻ ഒരാൾ എന്റെ അടുത്തുണ്ട്, അതുകൊണ്ട് ഞാൻ ആ വേദന അറിയുന്നില്ല. അപ്പോൾ അവർ ചോദിച്ചത് ആരാണ്? That is my Lord Jesus Christ. That is my Lord Jesus Christ. We have never seen it. Yes, I can see him, I can talk to him, I can feel his presence. വാടി വലിയ മാറ്റം. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വാടി വലിയ മാറ്റം. അപ്പോ വാർഡിലെ സിസ്റ്റേഴ്സ് അത്ഭുത സ്തബ്ധരായി. എന്തേ കാരണം? അപ്പോൾ അടുത്ത് കിടക്കുന്ന മനുഷ്യരോട് ചോദിച്ചു, Tom, you don't have pain? Today it seems you are happy. Yes, I am happy. It's because of Jim. അവിടെ കിടന്ന എല്ലാവരും ജോൺസൺ പറഞ്ഞു, It's because of Jim. It's because of Jim. സിസ്റ്റർ അടുത്തത് ജിമ്മിന്റെ അടുത്ത് ചോദിച്ചു, ഇവരെല്ലാരും പറയുന്നല്ലോ ജിമ്മെ നീ മുഖാന്തരമാണ് അവരുടെ വേദന മാറിയത് എന്ന്. എന്താണ് അതിന്റെ രഹസ്യം? You tell me the secret of your happiness. ഉടനെ സിസ്റ്ററുടെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് ജിം അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞു. സിസ്റ്ററെ, എന്റെ സന്ദർശക കസേരയിൽ കൃത്യം 12 മണിയായിരിക്കുമ്പോൾ ഒരു അതിഥി വന്നിരിക്കും. അപ്പം സിസ്റ്റർ ചോദിച്ചു, ഞാൻ എത്ര ദിവസം ഇവിടെ ജോലി ചെയ്യുന്നു, but I have never seen a guest in your chair. I have never seen. അതെ, ജിം പറഞ്ഞു, you cannot see him, but I can see him. I can feel his presence. I can talk to him. Then what happens? കുറേ നേരം നിന്നിരിക്കും, എന്റെ കണ്ണുകളിലേക്ക് കുറ്റി നോക്കിക്കൊണ്ടിരിക്കും. എഴുന്നേറ്റ് പോകാൻ നേരത്ത് എന്റെ കൊച്ചു മുതൽ ഉള്ളങ്കാൽ വരെ അദ്ദേഹത്തിന്റെ മനോഹരമായിരിക്കുന്ന കരങ്ങൾ കൊണ്ട് ഒന്ന് തലോടും. എന്നിട്ട് എന്റെ കാതുകളിൽ ഇങ്ങനെ പറയും, ജിം, your Lord is here, and that is the secret of my happiness. അടച്ചിട്ടിരിക്കുന്ന മുറിക്കകത്ത് മരണത്തെ കാത്തുകൊണ്ട് തണുത്ത കരങ്ങൾ ആശ്ലേഷിക്കുമെന്ന് വിചാരിച്ച് ആരോരും വരാനാവാത്ത ഐസൊലേറ്റഡ് സെല്ലിൽ കിടക്കുമ്പോൾ പേടിച്ച് വല്ലപ്പോഴും ഡ്യൂട്ടി നേഴ്സ് വന്ന് ഇഞ്ചക്ഷൻ തരുമ്പോൾ നൊന്ത് പ്രസവിച്ച അപ്പനും അമ്മയും, നൊന്ത് പ്രസവിച്ച അമ്മയും ജന്മം നൽകിയ പിതാവും അകലെ മാറി നിൽക്കുമ്പോൾ കരം പിടിച്ചൊരുമിപ്പിച്ചേർത്ത പ്രിയതമ ഗദ്ഗതത്തോടെ പ്രിയപ്പെട്ടവനെ കണ്ണാടിക്കൂട്ടിന്റെ പുറത്ത് നോക്കിക്കൊണ്ട് വിതുമ്പുമ്പോൾ, ആരോരും അടുത്ത് വരാനില്ലാത്തപ്പോൾ, പ്രിയപ്പെട്ടവരെ ഐസൊലേറ്റഡ് സെല്ലിൽ വരാൻ കഴിയുന്ന ഒരുത്തനേ ഉള്ളൂ. അത് ഉയർത്തെഴുന്നേറ്റ എന്റെ രക്ഷകനാണ്. വിശ്വസിപ്പീൻ, അവനിൽ വിശ്വസിപ്പീൻ, അവന്റെ സാന്നിധ്യത്തിൽ വിശ്വസിപ്പീൻ. കഴിഞ്ഞ 55 വർഷം I have experienced a lot of occasions in my life. ഈ 4 ദിവസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമെങ്കിൽ പറയാം. എനിക്ക് അനുഭവം പറയുന്നതിനെക്കാട്ടിൽ ദൈവം പ്രസംഗിക്കുന്നതാണ് ഇഷ്ടം. നിങ്ങളത് കേൾക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്, ഐ ആം ഷുവർ. അതുകൊണ്ട് ഞാനത് പറയാനായിട്ടാണ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. Faith in the presence of the Lord. 2, faith in the power of the Lord. അവന്റെ ശക്തിയിൽ വിശ്വസിപ്പീൻ. നിങ്ങൾ അവന്റെ ശക്തിയുടെ നിദർശകരായി ലോകത്ത് ജീവിച്ചവരാണ്. അവന്റെ ശക്തിയുടെ വലിപ്പം എന്താണെന്ന് നിങ്ങൾ കണ്ടവരാണ്. അവന്റെ ശക്തി എന്താണെന്ന് തിരുവെഴുത്തിൽ കൂടെ മനസ്സിലായതാണ്. ചരിത്രത്തിന്റെ ഇന്നകളിൽ അവന്റെ ശക്തി ചരിത്രത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്. തന്റെ മക്കൾ, തന്നെ അനുഗമിച്ച മക്കൾക്ക്, തന്നെ അനുസരിച്ച മക്കൾക്ക്, തന്റെ വിളികെട്ട് ഇറങ്ങിത്തിരിച്ച തന്റെ മക്കൾക്ക് അവന്റെ ശക്തി എന്താണെന്ന് ഗ്രഹിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്ന് ഓർത്തു നോക്ക്. നിങ്ങളുടെ പിതാവിൽ ശക്തി, അവന്റെ ശക്തി നിങ്ങൾക്കുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, എന്റെ ശക്തി നിങ്ങൾ കണ്ടു. പക്ഷെ എന്നെ അയച്ച എന്റെ പിതാവ് ശക്തനാണ്, സർവശക്തനാണ്. വിശ്വസിപ്പീൻ, ഞാൻ കൂടെ ഇല്ലെങ്കിലും നിങ്ങളെ പുലർത്താൻ, നിങ്ങളെ നടത്താൻ, നിങ്ങളെ വഴികാട്ടാൻ അവൻ ശക്തനാണ്.
ശാസ്ത്രത്തിന്റെ ശക്തിക്ക് പരിമിതികളുണ്ടാകും. ശാസ്ത്രത്തിന്റെ അഭൂതപൂർവമായിരിക്കുന്ന നേട്ടങ്ങളിൽ ഊറ്റം കൊള്ളുന്ന വർത്തമാന കാലഘട്ടത്തിലെ ആധുനിക തലമുറ അതിലാണ് ഊറ്റം കൊള്ളുന്നത്. ശാസ്ത്രത്തിന് സാധിക്കാത്തത് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. ആധുനിക ശാസ്ത്രം ഒത്തിരി കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ട്. പ്രപഞ്ചത്തിന്റെ നിഗൂഢ രഹസ്യങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങി ചെന്നിട്ട് ദൈവത്തെ തപ്പി നോക്കുന്ന ഒരു തലമുറ പ്രബലപ്പെട്ടു വരുമ്പോൾ ദൈവം ഉണ്ടെന്ന് പറയാൻ അവർക്കാവില്ല. ആ ശക്തിയെ ചോദ്യം ചെയ്യുന്ന ആ ഒരു ലൈഫ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ അദൃശ്യ ശക്തിക്ക് ഒരു മാറ്റവും ഇതുവരെ സംഭവിച്ചിട്ടില്ല, സംഭവിക്കത്തില്ല. മറ്റെല്ലാത്തിനും ശക്തിയുണ്ട്, പക്ഷേ എന്റെ ദൈവത്തിന് ശക്തിയല്ല, സർവശക്തിയാണ്. ബാക്കി എല്ലാവരും ശക്തനാണ്, പക്ഷേ എന്റെ ദൈവം മാത്രം ഓംനിപോട്ടന്റ്. അവൻ സർവശക്തനാണ്. അവന്റെ മുൻപിൽ സാധിക്കാത്തതൊന്നുമില്ല. അബ്രഹാമിനോട് ചോദിച്ചു, ദൈവത്താൽ കഴിയാത്ത, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? Nothing is impossible with him. ശാസ്ത്രത്തിന് സാധിക്കാത്തതിനെ സാധിപ്പിക്കും. മനോരമ 2002 പ്രസിദ്ധീകരിച്ചതായിരിക്കുന്ന ഞായറാഴ്ച സപ്ലിമെന്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. MK പ്രേമചന്ദ്രൻ, നമ്മുടെ ജലവിഭവ മന്ത്രിയായിരുന്ന MK പ്രേമചന്ദ്രന്റെ ഒരു അനുഭവമാണ്. അതിന് ടൈറ്റിൽ ഇങ്ങനെയാണ്, ഇതെന്ന പോലെ ഓർക്കുന്നു. റെഡ് ഇങ്കിലാണ് അത് എഴുതിയിരുന്നത്. മരണമേ ലാൽ സലാം, അതായിരുന്നു ടൈറ്റിൽ. മരണമേ ലാൽ സലാം. അദ്ദേഹത്തിന് മാരകമായിരിക്കുന്ന രോഗം പിടിച്ചു. ആ മാരകമായിരിക്കുന്ന രോഗം പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് കുറയാണ്. അദ്ദേഹത്തിന്റെ വൈഫ് ഒരു ഡോക്ടറാണ്. ലഭിക്കാവുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ നൽകി. ആ ട്രീറ്റ്മെന്റ് നൽകിയിട്ടും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനാവുന്നില്ല. ഡേ ബൈ ഡേ അദ്ദേഹത്തിന്റെ കൗണ്ട് കുറഞ്ഞു വരികയാണ്. ഈ ലോകത്തിൽ ഇനിയും ജീവിക്കാനാവുമോ എന്ന സംശയം ഉണ്ടായി. അദ്ദേഹത്തിന്റെ അമ്മ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയാണ്. പലയിടത്ത് പല ഗ്രൂപ്പുകളിൽ പ്രാർത്ഥനയ്ക്ക് മെസ്സേജ് അയച്ചു. അനേക പ്രിയപ്പെട്ടവർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. നിരവധി പേർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം ഹരിയെ അരികത്ത് വിളിച്ചു. തനി ലോകത്തോട് യാത്ര പറയാൻ പോവുകയാണെന്ന് അദ്ദേഹത്തിന്റെ ബോധ്യമുണ്ടായി. ഗീതയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് അവിടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഗീത, ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കാണാം. എത്ര വേദനാജനകമാണെന്ന് നോക്കും. പക്ഷേ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ്, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. അനേക ദൈവമക്കൾ അവിടെ പ്രാർത്ഥിച്ചു. ആ പാവപ്പെട്ട അമ്മയുടെ കണ്ണുനീർ കണ്ടു. അദ്ദേഹത്തിന്റെ പ്ലേറ്റ് സ്ലോലി ഉയർന്ന് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരികെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മനോരമയ്ക്ക് നൽകിയതായിരിക്കുന്ന അഭിമുഖത്തിൽ സ്വയം പറഞ്ഞതായിരിക്കുന്ന വാക്കുകൾ, അത് ഇൻവെർട്ടഡ് കോമാസ് എഴുതിയിട്ടുണ്ട്. നാം കാണുന്നതൊന്നുമല്ല യാഥാർത്ഥ്യം. ഇതിനപ്പുറത്ത് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഏതോ ഒരു വലിയ ശക്തി ജീവിക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ശക്തിയാണ് എനിക്ക് ജീവൻ നൽകുന്നത്. അതെ, മനുഷ്യന്റെ ടെക്നോളജി തോൽക്കും, മനുഷ്യൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രം തോൽക്കും. പക്ഷേ ഒരിക്കലും തോൽക്കാത്ത ഒരു കർത്താവുണ്ട്, അവന്റെ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഞാൻ എന്റെ സാക്ഷ്യം കൂടെ പറയാം. എന്റെ വീട് നിരളത്താൻ പറഞ്ഞില്ല. ഞാനൊരു ചെറിയ വീട്ടിലാണ് ജനിച്ചത്. എൻ്റെ വീട്ടിലെ അറിയാവുന്ന ഒരു പ്രിയപ്പെട്ടവളെ ഞാൻ പരിചയപ്പെട്ടു. എൻ്റെ ഫാദറിനെ നല്ലോണം അറിയാം, എൻ്റെ കുടുംബക്കാരെയൊക്കെ നല്ലോണം അറിയാവുന്ന ഒരു പ്രിയപ്പെട്ടവൾ ഈ ഇടവകയിലുണ്ട്. എൻ്റെ അച്ചാച്ചനെ നല്ലോണം അറിയാം. ഒരു സാധുവായിരിക്കുന്ന മനുഷ്യനാണ്. അവിടെയൊക്കെ കൂട്ടായ്മകളൊക്കെ നടത്തുന്ന, പ്രാർത്ഥന കൂട്ടങ്ങളൊക്കെ നടത്തുന്ന ഒരു സാധുവായ മനുഷ്യനാണ് എൻ്റെ പിതാവ്. അദ്ദേഹം വളരെ വൈകിയാണ് വിവാഹിതനായത്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒത്തിരി ഓടി നടന്നിട്ടുള്ള മനുഷ്യൻ. ഏരിയാമ്മയുടെ കൂടെ ഒക്കെ ബാംഗ്ലൂരിൽ പോയി പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രിയപ്പെട്ടവനാണ്. 33-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിച്ച അദ്ദേഹത്തിന് ആദ്യത്തെ കൺമണി ഭാര്യയുടെ ഉദരത്തിൽ ലഭിച്ചു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തിനായി ആ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞ് പിറക്കാൻ പോവുകയാണ്. പാപ്പമാർക്കെല്ലാം വലിയ സന്തോഷമായി. പക്ഷേ 6 മാസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഈ ഉദരത്തിൽ മൂവ്മെന്റ്സ് ഇല്ല, ചലനമില്ല, അസ്വസ്ഥതയുള്ളവായി, ശ്വാസമുദ്രയുള്ളവായി. തൊട്ടടുത്ത് തലവടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. തലവടി എന്ന് പറയുന്ന ജോലിയല്ല, ഒരു സ്ഥലത്തിന്റെ പേരാണ്. തലവടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ മദാമയുടെ ആശുപത്രി എന്ന് പറഞ്ഞൊരു ആശുപത്രിയുണ്ട്. ആ ആശുപത്രിയിൽ അമ്മയെ കൊണ്ടുവന്നു. മദാമ അവിടുത്തെ നേഴ്സാണ്. ആ മദാമ അമ്മയെ പരിശോധിച്ചപ്പോൾ മരിച്ചിരിക്കുന്നു, ഫീറ്റസ് റിമൂവ് എന്ന് റെഡിൽ മാർക്ക് ചെയ്ത കേസിനകത്ത് എഴുതി വെച്ചു.
തൊട്ടപ്പുറത്താണ് കരിപ്പുറത്തിലെ ബീച്ചാണ്. അവിടുത്തെ വലിയ ഒരു അറിയപ്പെടുന്ന ആ കാലത്തെ ഒരു ഡോക്ടറാണ്. പ്രസവമൊക്കെ ആ കാലത്ത് അവിടെയാണ് എടുക്കുന്നത്, കരിപ്പുറമ്പിൽ. ബേച്ചാൻ വന്ന് നോക്കിയപ്പോഴും അങ്ങനെ തന്നെ അവർ ഡയഗ്നൈസ് ചെയ്തു. മൂവ്മെന്റ്സ് ഒന്നുമില്ല. നാളെ സർജറി പോസ്റ്റ് ചെയ്യും. കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുകയാണ്. മദാമ്മ എൻ്റെ ജജനെ വിളിച്ചിട്ട്, ജോർജ്, ചിന്നമ്മയുടെ വയറ്റിലുള്ള കുഞ്ഞ് മരിച്ചിരിക്കുകയാണ്. ചിന്നമ്മയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് അതിനകത്തെ കുട്ടി എടുത്തു കളയണം. ഫീറ്റസ് ഒന്നും പറയാൻ അറിയത്തില്ല, പറഞ്ഞ അച്ഛനെ മനസ്സിലാകുന്നില്ല. എടുത്തു കളയണം, എന്നാലേ ചിന്നമ്മയെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അച്ഛൻ പറഞ്ഞു, അങ്ങനല്ല, എനിക്ക് രണ്ടുപേരും വേണം. ലാസറിനെ ഉയർപ്പിച്ച എന്റെ യേശു, ഞാൻ പ്രസംഗിക്കുന്ന യേശു ശക്തനാണെങ്കിൽ ആ ചിന്നമ്മയുടെ ഉദരത്തിലെ കുഞ്ഞിന് ജീവൻ കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. നാളെ ഓപ്പറേഷൻ ആണെങ്കിൽ തലേ രാത്രി മുഴുവനും ഈ പിതാവ് അമ്മയുടെ തലക്കൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ പറയുന്നത്, ഇപ്പോഴും നിറകണ്ണുള്ള എൻ്റെ അമ്മ പറയുന്നത്, മോനെ, എൻ്റെ അപ്പൻ കണ്ണുനീര് കൊണ്ട് കാട്ടലിനെ നനച്ചവന്, അങ്ങനെ നീ എനിക്ക് കിട്ടിയത്. മരണം എൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു, ഞാൻ താമസിക്കുന്നിടത്ത് വെച്ചായിരുന്നു. കൺവെൻഷനൊക്കെ കഴിഞ്ഞ് വരുന്നവന്നെ തലേ തുണിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാൻ വന്ന് അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തെങ്കിലേ പറഞ്ഞിട്ടുള്ളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അമ്മയ്ക്ക് സർജറിയുടെ കാര്യം തീരുമാനിച്ചു. അച്ഛൻ വലിയ വിഷമമായി. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അങ്ങ് ജീവിക്കുന്ന ദൈവമാണ്, അങ്ങ് ശക്തനാണ്. പിറ്റേ ദിവസം അമ്മയെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഡ്രസ് ചെയ്യാൻ ഒരു സീരിയൽ നേഴ്സ് വന്നു. അവരെ ഉദരത്തിൽ കൈവച്ചപ്പോൾ എന്തോ ഒരു ചെറിയ മൂവ്മെന്റ്സ് ഷീറ്റാച്ച്. ഉടനെ തന്നെ ഈ മദാമ്മ വിളിച്ചു. മദാമ്മ സ്റ്റെതസ്കോപ്പ് കൊണ്ടുവന്ന് നോക്കിയപ്പോൾ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ്സ് കിട്ടി. സംശയമാണെന്ന് തോന്നി. അക്കരെ നിന്ന് ബേച്ചാനെ വരുത്തി. ബേച്ചാൻ വന്ന് നോക്കിയപ്പോൾ അത് തന്നെ ഹാർട്ട് ബീറ്റ്സ് കിട്ടി. സ്തോത്രം. എന്നിട്ട് അമ്മച്ചി സർജറി ഒഴിവാക്കി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. 9 മാസം 9 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിലാണ് എൻ്റെ അമ്മ എനിക്ക് ജന്മം നൽകിയത്. ലോകം മുഴുവൻ നിന്നോട്ട് പറയുകയാണ്, ദൈവത്തിന്റെ ശക്തി, ആ ശക്തിക്ക് ഒന്നും കഴിവില്ല എന്ന് പറഞ്ഞാൽ ഏകനായി നിന്നുകൊണ്ട് സാക്ഷ്യം പറയും, യഹോവയുടെ ശക്തി അത് അത്ഭുതമാണ്, മരിച്ചവർക്ക് ജീവൻ നൽകുന്നതാണെന്ന് പറയാൻ ജീവിക്കുന്ന ഒരു സാക്ഷ്യം ഇവിടെയുണ്ട്. ആവടിയിലും വന്ന് നിങ്ങളോട് സാക്ഷ്യം പറയാനിടയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇറ്റ് ഈസ് ഇംപോസിബിൾ എന്ന് വിധി എഴുതിയ ഏതെങ്കിലും നിങ്ങളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ എഴുതി വെച്ചുകൊണ്ട്, ഇംപോസിബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തെ കൈപ്പോടെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളോട് പറയുക, nothing is impossible with him. വിശ്വസിക്കുക. Faith in the power of the Lord. 3, faith in the providence of the Lord. അവന്റെ ദിവ്യമായിരിക്കുന്ന കരുതലിൽ വിശ്വസിക്കുക. അവന്റെ കരുതൽ, തനിക്ക് മുന്നേ ഇറങ്ങിത്തിരിച്ച വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ അവന്റെ കരുതൽ അനുഭവിച്ചതാണ്. മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ ഇത്രയും പേർക്ക് എന്ത് കഴിക്കും, എവിടെ കിട്ടും, എന്ത് കുടിക്കും, ആകുലപ്പെട്ട സന്ദർഭങ്ങളുണ്ട്. സെലിയാസംഘം സെക്രട്ടറി കുഞ്ഞുമറിയാമ്മ മോശയോട് മത്സരിച്ചു. അയ്യോ, നീ ഞങ്ങളെ എന്തിനാ ഇവിടെ കൊല്ലാൻ കൊണ്ടുവന്നെന്ന് പറഞ്ഞൊരു വലിയ മത്സരം ഉണ്ടാക്കി. ഉടനെ ഈ മോശ എന്ന ദൈവത്തോട് പറഞ്ഞു, അയ്യോ അണ്ട കുഞ്ഞുറിയാമ്മ സെലിയാസംഘത്തിന്റെ സെക്രട്ടറിയാ വന്ന് എന്നോട് മത്സരിക്കുന്നു, അവർ കഴിക്കാനില്ലെന്നും പറഞ്ഞു. ഉടനെ ദൈവം ഇറങ്ങി മോശയുടെ തോളം തട്ടിക്കൊണ്ട് പറഞ്ഞു, ഇടാ മണ്ട, അവളോട് പറ, നാളെ നേരം വെളുക്കുമ്പോൾ അവൾ താമസിക്കുന്ന കൂടാരത്തിന് ചുറ്റിലും മനോഹരമായി തേൻ ചേർത്ത ദോശയ്ക്ക് തുല്യമായിരിക്കുന്ന ഒരു വസ്തു വീണ് കിടക്കും, ചെതുമ്പല് പോലെ പെറുക്കിക്കൊള്ളാൻ പറയണം. ആളൊന്ന് ഇടങ്ങഴി വീതം പെറുക്കിക്കൊള്ളാൻ പറ. ആ കൂട്ടത്തില് ശോശാമ ഉണ്ടായിരുന്നു. ശോശാമ 1.5 ഇടങ്ങഴി പെറുക്കി. പക്ഷേ ഒട്ടും കൂടിയില്ല. ഏറെ പെറുക്കിയവൻ ഏറെയുമില്ല, കുറെ പെറുക്കിയവനും കുറയുമില്ല. ഒരു ഇടങ്ങഴി വീതം എല്ലാ കുടുംബത്തിനും കിട്ടത്തക്ക തരത്തിൽ കൊടുത്തില്ലയോ? അങ്ങനെ എഴുതുമ്പോഴാണ് വൈസ് പ്രസിഡന്റ് ഒരു സംശയം, ഇത്തിരി ഇറച്ചി തിന്നാൻ കൊള്ളാവുന്നത്. അത് സെലിയാസംഘത്തിന്റെ വൈസ് പ്രസിഡന്റാ. വൈസ് പ്രസിഡന്റ് എന്ന് വെച്ച് പറഞ്ഞു, അവിടെ ആയിരുന്നപ്പോ വല്ലപ്പോഴും ഒരു ചിക്കൻ തിന്നായിരുന്നു. ഇവിടെ വന്ന് ഈ ഉദ്ദേശത്തോടെ വന്നിട്ട് ഒരു ഗുണവുമില്ല. നടനായാലും വേണ്ടില്ല, ഒരു കഷ്ണം വല്ലത്തില്ലേ, ശരിയല്ലേ? വല്ലപ്പോഴും കഴിക്കാവും. പ്രായമായിട്ട് നമ്മളെല്ലാം ഏകദേശം ഒരു പ്രായമായിരിക്കും. വല്ലപ്പോഴും കഴിക്കാവും, വല്ലപ്പോഴും കഴിക്കും ഉണ്ടായിരുന്നു. ഇപ്പോഴേ ഉദ്ദേശം ഇറങ്ങിയിട്ട് ഒരു ഗുണവുമില്ല. ഉടനെ ഈ മോശം ഇങ്ങനെ തന്നെയാണ്. ഒരുപാട് സമയത്ത് വീണു. വൈസ് പ്രസിഡന്റ് വന്ന് ഇങ്ങനെ പറയേണ്ടത് പറഞ്ഞു. ഈ മണ്ടൻ ഉടനെ ദൈവം പറഞ്ഞു, പേടിക്കണ്ടല്ല, നാളെ പറയണം. അവള് രാവിലെ എഴുന്നേറ്റ് കൊട്ടയം കൊണ്ട് വന്നോളാൻ പറയണം. ചുറ്റും കാടപ്പക്ഷി
പിടിക്കത്തക്ക ദൂരത്തിൽ അതിനെ കിട്ടത്തില്ല, ഭയങ്കര സ്പീഡിൽ ഓടുന്നതാ. പക്ഷേ തമ്പുരാൻ നിനക്ക് തന്നാൽ നീ ഓടേണ്ടി വരത്തില്ല, അധ്വാനിക്കേണ്ടി വരത്തില്ല. നിന്റെ അകത്ത് നീ താമസിക്കുന്ന ഇടത്ത് തരാൻ ഇതുപോലെ പറ്റുന്ന ആരുണ്ടെന്ന് വിശ്വസിപ്പീനവന്. ദൈവത്തിന് സ്തോത്രം. ഭക്ഷണം ഒരു വേണമെന്നും പറയുന്നവരുടെ മത്സരിച്ചു. അവരെ തമ്പുരാൻ എന്താ പറഞ്ഞു? നാളെ ഞാൻ കുറെ പേർ പാറയുടെ മേൽ നിൽക്കും, അപ്പോൾ നീ അടിക്കണം. പാറ അടിക്കാൻ നമ്മളെല്ലാവരും പറയും പാറ അടിച്ചു വന്നതാണ്. പക്ഷെ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, നാളെ ഞാൻ പാറയുടെ മേൽ നിൽക്കും, അപ്പോൾ നീ അടിക്കണം. വെള്ളം പുറപ്പെട്ടു, അവർ കുടിച്ചു. അതിനെ ഉദാഹരിച്ചുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗരസ്ത്യന്മാർ പറഞ്ഞത്, പൗരസ്ത്യം രേഖപ്പെടുത്തിയത്. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ കൂടെ നടന്നു, അവർ ഭക്ഷണം കഴിച്ചു, അവർ വെള്ളം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നുള്ളവർ കുടിച്ചത് ആ പാറ ക്രിസ്തു ആയിരുന്നു എന്ന് പൗരസ്ത്യൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും സ്ഥാപിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അവന്റെ കരുതൽ വലുതാണ്. അവന്റെ കരുതൽ നാം വിചാരിക്കാത്ത വിധത്തിൽ, വിചാരിക്കാത്ത ഇടത്ത് ദൈവം തമ്പുരാൻ തരാൻ ശക്തനാണ്. 55 കൊല്ലം ഇത് അനുഭവിച്ച വ്യക്തിയാണ്. 55 വർഷം കർത്താവിനെ സേവിച്ച ആളാണ് ഞാൻ. എസ്റ്റേറ്റ് ജോലി ഉണ്ടായിരുന്നത് റിസൈൻ ചെയ്തിട്ട് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയതാ. ഒന്നുമില്ലാതെ ഇറങ്ങിയതാണ്. ദൈവത്തിന് സ്തോത്രം. ഭക്ഷണം, വസ്ത്രം, ചെരുപ്പ്, ഇതെല്ലാം അറിഞ്ഞ് ഹല്ലേലൂയ ഇതുപോലെ കരുതാൻ കഴിയുന്ന ഒരുത്തനുമില്ല. ദൈവത്തിന് സ്തോത്രം. എഫേസ് ലേഖനത്തിൽ മക്കൾ ഓർക്കുന്നുണ്ടോ? നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല. എഫേസ് ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, നാം ചോദിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അത്യന്തം പരമായി. ഞാൻ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി. ഞാൻ ചിലപ്പോഴേ വീട്ടിലെ ഈ ഉടുപ്പുകളൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ള തീർച്ചയായും അവിടത്തേക്ക് ഇങ്ങനെ പൊതിക്കെട്ടിനകത്ത് ഇങ്ങനെ എടുത്തോണ്ട് വരുന്ന പോലെ കണ്ണു നിറഞ്ഞു പോകും. അപ്പം എൻ്റെ മൂത്ത മരുമോളെ വെളിയിൽ നിന്നുള്ള, അപ്പം ഒരിക്കലും അവളുള്ളപ്പോഴാ ഇങ്ങനെ കൊണ്ടുവന്ന്, എന്താ അപ്പം കരയുന്നത്? അപ്പോൾ സാക്ഷ്യം പറയുന്ന നല്ല സമയമായി. അന്നേരം ഞാൻ പറഞ്ഞു, മക്കളെ കീറിയത് തുന്നി ഇട്ടുകൊണ്ട് സ്കൂളിൽ പോയ ഒരാളാണ് ഞാൻ. നിങ്ങളാരും അങ്ങനെ ഉണ്ടാവില്ല. കീറിയത് തുന്നിയിട്ട് അത് ഇട്ടുകൊണ്ട് സ്കൂളിൽ പോയ ആളാണ് ഞാൻ. അടുത്ത വീട്ടിലെ സമ്പന്നരായിരിക്കുന്ന ധനികരായിരിക്കുന്ന ക്രിസ്ത്യാനികളിൽ നല്ല സ്നേഹമുള്ളവർ ശാന്തമായി ആരും അറിയാതെ ഉണ്ട്. ആ വീട്ടിലെ മക്കൾ അധികം പഴകാതെ ഒരു 6 മാസം ഇട്ട് കഴിയുന്നുടനെ ചെറുതായി പോകുന്ന അവരുടെ വസ്ത്രം തന്ന് അത് ഇട്ടിട്ടുള്ളവനാണ് ഞാൻ. എൻ്റെ പൊന്നെ, ബ്രാൻഡഡ് ഷർട്ട്സുകളൊക്കെ ഇങ്ങനെ ഇത്രയൊക്കെ വാങ്ങിച്ചപ്പോൾ അപ്പായുടെ കണ്ണിൽ കൂടെ കണ്ണു തറന്നു പോയതാ. എങ്ങനെ പറയാതിരിക്കുന്നില്ലേ? നടത്തിയ വിധങ്ങളോർത്താൽ നമ്മിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നമ്മിടുമോ? ഭാരം ദുഃഖമേറിയപ്പോൾ, ഭാരം നൊന്തു കലങ്ങിയപ്പോ, ഭാരം ദുഃഖമേറിയപ്പോ, ഭാരം നൊന്തു കലങ്ങിയപ്പോ, ചാരെ അണച്ചു ആശ്വാസം നൽകി, ചാരെ അണച്ചു ആശ്വാസം നൽകി. നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നമ്മിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നമ്മിടുമോ? നമ്മൾ പറഞ്ഞാൽ, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങൾ അതിസൂക്ഷ്മമായി ശ്രദ്ധിക്കാൻ ഒരുത്തനുണ്ട്. ദൈവത്തിന് സ്തോത്രം. വിശ്വസിപ്പീൻ, അവനിൽ വിശ്വസിപ്പീൻ. സ്തോത്രം പറഞ്ഞാൽ വിശ്വസിക്കുന്നവര്, അനുഭവിച്ചവര് സ്തോത്രം പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജീവിതത്തിന്റെ ഇന്നലകളിൽ അവന്റെ കൃപ ഞാൻ അനുഭവിച്ചതാണ്. എന്റെ പ്രിയനെ, നന്ദി പറയുന്നു ആരും ഉണ്ടായിരുന്നില്ല. ബാലസമൂഹങ്ങളെ വില കിട്ടാതെ വിശന്നിരിക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. അവന്റെ കരുതൽ അങ്ങനെയാണ്.
വിചാരിക്കാത്ത വഴികളിൽ കൂടൊക്കെ അവൻ നടത്തിയിട്ടുണ്ട്. വിചാരിക്കാത്ത വഴികളിൽ കൂടൊക്കെ അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നില്ലേ? നന്ദി പറ, സ്തോത്രം പറയാ. ഫെയ്ത്തിന്റെ പ്രൊവിഡൻസ് ഓഫ് മക്കളെ, ഞാൻ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ എഴുതുന്നതിനൊക്കെ കിട്ടിക്കോളും ഇല്ലേ? പക്ഷെ ഞാൻ പോകുമ്പോ ആരുണ്ട്? ഇതാണ് അവരുടെ സംശയത. ആരുണ്ട്? ഞങ്ങളെ കടിച്ച് തല്ലിക്കൊല്ലാൻ നടക്കുക യഹൂദന്മാരെല്ലാം കൂടെ കൂടി. ആരുണ്ട് കർത്താവേ ഞങ്ങൾക്ക്? We are alone. We are alone. Nobody is there to support us. How do we survive? We do not know. അപ്പോഴവർ പറയും, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ അവന്റെ ദിവ്യമായിരിക്കുന്ന കരുതലിൽ വിശ്വസിക്കുകയും. നമ്മൾ വിചാരിക്കാത്ത വഴി കൂടെ നടത്തുന്നത്. എനിക്ക് ഒരു കാര്യം ഇതോട് ചേർന്ന് പറയുന്നത്, നമ്മളൊക്കെ നമ്മുടെ പ്രത്യേക രീതിയിലെ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുന്നത്. ഈ ദൈവത്തിന്റെ പദ്ധതിയെ നമുക്ക് വിചാരിക്കുന്നതെന്നല്ല. ഏലിയാവ് യേശുവോട് പറഞ്ഞു, എല്ലായിടത്തും ക്ഷാമമാണ്, പക്ഷെ നീ എന്റെ പുറകെ ഇറങ്ങിയതായതുകൊണ്ട് നിന്നെ പുറത്താൻ നിന്റെ പദ്ധതി അല്ല, എന്റെ പദ്ധതിയുണ്ട്. ഈ ദൈവത്തിന്റെ പദ്ധതി ഭയങ്കരമാണ് കേട്ടോ. ഇവിടെ പദ്ധതി ഭയങ്കരമാണ്. നീ കെരീത്തോട്ടിൽ പോയിരിക്കണം. ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. ആരോടാ പറഞ്ഞേക്കുന്നത്? കാക്കയോടാ പറഞ്ഞേക്കുന്നത്. കൈ വല്ലവും കിട്ടിയാൽ അത് മൂക്കിനകത്തോടെ നല്ല മണം കയറുന്ന കാര്യം വല്ലവും കിട്ടിയാൽ ആ പുള്ളി ആർക്കെങ്കിലും കൊടുക്കുമോ? മിസ്റ്റർ കാക്ക കൊടുക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏലിയാവ് ചിലപ്പം കാക്കയെ നോക്കി കാണുമായിരിക്കും. അത്രയായിട്ടും കാക്ക കാണുന്നില്ല. എടാ, നീ കാക്കയല്ല നോക്കണ്ടേ, പിന്നെ കാക്ക അയച്ചവനെയാ നോക്കണം. നമ്മൾ കുറച്ചു നാളൊക്കെ കാക്ക അയച്ചവനെ നോക്കും. പിന്നെ നമ്മുടെ നോട്ടമല്ല എങ്ങോട്ടാവും? കാക്കയിലാവും. അവിടുന്ന് വരുന്ന കാശ്, അവിടുന്ന് ഡോളർ, അവിടുന്ന് വരുന്ന ആദ്യമൊക്കെ ഭയങ്കര പദ്ധതിയാ, ഭയങ്കര സ്നേഹമാണ്. കിട്ടുന്നതിന് ദശാംശം കൊണ്ട് അച്ഛനെ എറിഞ്ഞു കൊടുത്തേക്കാ ഞാൻ അച്ഛനെന്ന് പറഞ്ഞു. പിന്നെ പുള്ളിയെ നോക്കിയാൽ കിട്ടത്തില്ല, കാണത്തില്ല. വരുമാനമൊക്കെ പിടിക്കഴിഞ്ഞപ്പോ അതാണ് ഉടനെ തമ്പുരാൻ പറഞ്ഞു, ശരി അങ്ങനെയാണല്ലേ, എന്നാ വേണ്ട എന്റെ വഴിയുടെ എന്റെ കരുതലിന്റെ വേറൊരു വഴിയെ കാണിക്കാൻ പോവാം. നീ എഴുന്നേറ്റ് സാരപ്പാത്തി ചേർന്ന് നമ്മളൊരു വിധവയുണ്ട്, കണ്ട് പുറകെ വിട്ടുകൊണ്ടിരിക്കുക. അവിടെ വല്ല കാശുകൊണ്ട് വീട്ടിൽ കൊടുത്തില്ല ദൈവത്തിൽ. മനസ്സിലായോ? വല്ല കാശുള്ളവരില്ല അവിടെ ഉണ്ടെന്ന്. അവരുടെയൊക്കെ വിട്ടോ? വിട്ടുകയല്ല. നീ ചെറുത് പഠിക്കാനായിട്ടുണ്ട്. നീ വിചാരിക്കുന്ന വിധത്തിലും നീ വിചാരിക്കുന്ന തരത്തിലും നീ വിചാരിക്കുന്ന സമയത്തും ഒന്നും അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നിന്റെ വിചാരങ്ങൾക്ക് അതീതമായ വിധത്തിൽ നിന്നെ പുലർത്താൻ അവന്റെ പക്കൽ പദ്ധതിയുണ്ട്. അനുസരിച്ചാൽ മാത്രം മതി. ദൈവത്തിന് സ്തോത്രം. അവിടെ ചെന്നാൽ കൊച്ചിനോട് ചോദിച്ചില്ലേ, ഹലോ സാലിക്കുട്ടി, എന്തോ ഞാനേ വീട്ടിൽ ഇത്തിരി മാവുണ്ട്, എന്റെ ചെറുക്കൻ നേരം കൊടുത്തപ്പോൾ ഒരു പാട്ട് പാടാൻ തുടങ്ങിയതാ, അവനെ വെള്ളം ഒന്ന് ഇട്ട് കൊടുക്കണം, അതിന് ഇത്തിരിയേ ഉള്ളൂ, അത് എങ്ങനെയും ഒന്ന് ചുട്ടു കൊടുക്കാൻ വേണ്ടി 4 ചുള്ളി പെറുക്കാൻ പറഞ്ഞ റബ്ബർത്തോട്ടത്തിലെ അത് പെറുക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാ ഒരു ഉപദേശിയുടെ പറച്ചില്. നമുക്ക് മനസ്സിലായോ? ആ ഉപദേശം എന്താ പറഞ്ഞത്? ചില ഉപദേശമാർക്ക് വിവരമില്ല തോന്നി കൊല്ലിയോ? ആ പാടെ ഒരെണ്ണത്തിനുള്ള മാവേ ഉള്ളൂ അല്ലേ? ഒറ്റ ഒരെണ്ണത്തിന് മാവേ ഉള്ളൂ. അവരോട് പറയാ, നീ ആദ്യം ചെന്ന് ഒരെണ്ണം, അതൊരു വലിയ പ്രശ്നമാണ് കേട്ടോ. അതിലൊക്കെ കൊണ്ട് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അധികം എക്സ്പ്ലെയിൻ ചെയ്താൽ ഞാൻ മാറിപ്പോവും. അച്ഛനെ എഴുന്നേറ്റ് എന്റെ പാൻ്റെ പിടിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുക. അവിടെ ചെന്നു അവരോട് പറഞ്ഞു, അവിടെ നല്ലൊരു നിർമ്മിച്ചായിരുന്നു കേട്ടോ. ഒത്തിരി വിധവമാരുണ്ടായിരുന്നു. സാരപ്പാറ്റുള്ള ഒറ്റ വിധവ എടുത്തോട്ടാ ദൈവം ഞാൻ അയച്ചത്, അങ്ങോട്ട് അയച്ചു. അതറിയാം പ്രിസൈസ്ലി ഹി നോസ് യു ദ പേഴ്സൺ, ഹൗ ഹി പ്രൊവൈഡ്സ്. അതൊക്കെ വളരെ വ്യക്തമാണ്, നന്നായിട്ട് അറിയാം. അവിടെ ചെന്നു അവിടെ ഒരു അപ്പം ഉണ്ടായിക്കോട്ടെ ഉദ്ദേശിക്കാൻ കൊടുത്തു. എന്നിട്ട് പിന്നെ പൊക്കോ എലി ഉണ്ടാക്കി നീ കഴിച്ചോണ്ടാക്കി. ക്ഷാമം തീരുന്നത് വരെ അവിടെ കുടത്തിലെ മാവ് കുറഞ്ഞില്ല, കുറ്റിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല. അവന്റെ കരുതലിൽ വിശ്വസിപ്പീൻ. സ്തോത്രം. ചുമ്മാ എനിക്കായി കരുതാമെന്നൊക്കെ നമ്മൾ പാട്ട് പാടുന്നത് നമ്മളൊന്നും വിചാരിക്കുന്നില്ല. അടിച്ചു പിടിപ്പിച്ചൊക്കെ പാടും. എനിക്കായി കരുതാമെന്ന് ഒരച്ചവനെ ഡീപ് ഫ്രീസറിനകത്ത് വരെ 6 മാസത്തേക്കുള്ളത് സ്റ്റോക്ക് ചെയ്തിട്ടാ എനിക്കായി കരുതാമെന്ന് വെച്ചവനെ പാടും. 6 മാസത്തെ എല്ലാം കരുതി വെച്ചിട്ടുണ്ട്. ചിക്കനും മട്ടനും അത് പഴുത്തു പോകാതിരിക്കാനും പഴുത്തു പോകാൻ എടുത്ത പ്രത്യേകമല്ലേ, ആൺകൊണ്ടല്ലേ ഇഷ്ടം പോലെ അല്ലേ, അങ്ങനല്ലേ? ദൈവത്തിന് സ്തോത്രം. ഈ 55 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് നല്ലപോലെ അനുഭവിച്ചവനാണ്
Yes, He is able to provide our daily body daily needs. സ്തോത്രം. ഞാൻ മിനിറ്റുകളെ മാനിച്ചുകൊണ്ട് 4ാമത്തെ പോയിന്റ് വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി കണ്ടിന്യൂ ചെയ്യുന്നത് സബ്ജക്ട്സിനോടൊക്കെ ബന്ധപ്പെട്ടായിരിക്കും. 4, faith in the promise of the Lord. അവന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിപ്പീൻ. വാഗ്ദത്തങ്ങളിൽ വിശ്വസിപ്പീൻ. സ്തോത്രം. ദൈവം നമ്മോട് എന്തെങ്കിലും വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം അവന്റെ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കും. നമ്മുടെ സമയത്തല്ല. He has his own time to do certain things in your life. അത് നന്മയ്ക്കാണ് ദീർഘിപ്പിക്കുന്നത്, നീട്ടിവെക്കുന്നത് നന്മയ്ക്കാണ്. നാം ആഗ്രഹിക്കുമ്പോൾ കിട്ടുകയില്ല, ഒരിക്കലും കിട്ടത്തില്ല. അവന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവയെ പൂവെന്നല്ലാതെ ഇല്ല എന്നില്ല. പ്രിയപ്പെട്ടവരെ, നിന്നോട് എന്തെങ്കിലും വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം ചെയ്തത് പൂർത്തീകരിക്കാൻ അവൻ ശക്തനാണ്, അവൻ വിശ്വസ്തനാണ്. തിമോഥെയോസിന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നാം അവിശ്വസ്തനായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയില്ല. അവന്റെ അടിസ്ഥാന സ്വഭാവമാണ് ഫെയ്ത്ത്ഫുൾനെസ്. അതുകൊണ്ടാണ് നാം വിശ്വസ്തരാകണമെന്ന് പറയുന്നത്. ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതൽ കർത്താവ് ഉള്ളത്തിൽ ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് ഫെയ്ത്ത്ഫുൾനെസ്. ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്. ഇത് രണ്ടും അടിസ്ഥാനപരമായ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ആദ്യത്തെ ഗുണമാണ്. ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്. വിശ്വസ്തരെ സ്വർഗം നോക്കുകയാണ്. വിശ്വസ്തന്മാരില്ലെന്ന സങ്കീർത്തനക്കാരൻ വിലപിക്കുന്ന സത്യമാണ്. വിശ്വസ്തന്മാരില്ലെന്ന് വിലപിക്കുന്നിടത്ത് നിങ്ങൾക്ക് എത്ര പേർക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ പറ്റും, ആ വഴിയിൽ ഒരു കുടുംബമുണ്ട് വിശ്വസ്തരായി ജീവിക്കുന്നത്. സ്വർഗം നോക്കുന്നു ഓരോരുത്തരെ, നീച്ചന്റെ ഏവരുമാണ്. ഓരോരുത്തരെ ഹൃദയങ്ങളെ. പ്രൈവറ്റ് ലൈഫ്, പബ്ലിക് ലൈഫ്, സീക്രട്ട് ലൈഫ്, He knows everything. He knows everything. നമുക്ക് ധൈര്യത്തോടെ പറയണം, അച്ഛനും പറയണ്ട, പേഴ്സണലി തമ്പുരാന്റെ മുന്നിൽ പറയണം, ഞാൻ വിശ്വസ്തനാണ്. ഞാൻ ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് എന്റെ ദൈവത്തിന് മുന്നിൽ പറയാൻ എനിക്ക് പറയാൻ പറ്റുന്നില്ല 100% ഞാൻ വിശ്വസ്ത പുലർത്തിയെന്ന്. യെസ്, ഐ കൺഫസ് 100% ഞാൻ കൺഫസ് ചെയ്യുന്നു. ഐ വാണ്ട് ടു ബി ഫെയ്ത്ത്ഫുൾ ടു യു ലോർഡ്. ഞാൻ നിന്നോട് വിശ്വസ്തനാകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ട്രൈ ചെയ്യുന്നു, ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട്, അതിനുവേണ്ടി പലതും ധരിക്കുന്നുണ്ട്, ഞാൻ വേണ്ടെന്ന് വെക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. മക്കളെ, വിശ്വസിക്കേ. നിങ്ങളെ പാലും തേനും എഴുതുന്ന കനാൻ നാട്ടിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ കൊണ്ട് എത്തിച്ചിരിക്കും. അതിന് യോർദാൻ തടസ്സമല്ല. ആണോ? ഇല്ല. സ്തോത്രം. അഗ്നിസർപ്പം തടസ്സമല്ല, അവൻ എത്തിക്കും. അവൻ ശക്തനാണ്. അവന്റെ വാഗ്ദത്തങ്ങളിൽ സഭയോടുള്ള ഏറ്റവും വലിയ വാഗ്ദത്തമാണ് നമ്മൾ വായിച്ചത്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടത്. അത് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ക്രൈസാണ്. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരിക്കരുത്. ഒരു തിരുമേനി വന്നാൽ നമ്മളെ വിളിച്ച് അവിടെ അടുത്തങ്ങാടി വിളിച്ചു. അത് എത്ര പോലത്താണ് ഒട്ടും ചോദിക്കണ്ട, നമ്മൾ പോയി ഇരിക്കത്തില്ല. അപ്പൊ ഞാനും ഇരുന്നപ്പോൾ അച്ഛനോട് പറയാം, ഞങ്ങള് ഫ്രണ്ട്സായിട്ട് പറയാം, ഞാൻ ഇച്ചിരി അങ്ങോട്ട് മാറിയിരിക്കണം അച്ഛൻ്റെ അടുത്ത്. ഞങ്ങളെ അടുത്തായിരിക്കുന്നത് മാറി നിർത്തുന്ന, മാറ്റി നിർത്തുന്ന വിശുദ്ധന്റെ ഗണമാണ് നമുക്കുള്ളത്. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താ? ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കണം. ഞാൻ കാര്യങ്ങൾ പറയാം. നമുക്ക് ലഭിക്കാൻ പോകുന്ന വലിയൊരു പദവി. ഇവിടെ ഇപ്പൊ നമ്മളെ ആരും അവരോട് ഇരുത്തണ്ട. പക്ഷെ ഒരു നാളിൽ നാം ഒരിടത്തിരിക്കും. എവിടെ ഇരിക്കുന്നറിയാമോ? ഞാൻ റെഫറൻസ് പറയാം, ചാപ്റ്റർ പറയാം, നിങ്ങൾ പറയാം. ഡോക്ടർ വച്ചമ്മ ഒഴിവാക്കാം, ബാക്കിയുള്ളത് പറയാം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം. നോക്കിയൊന്നും പറയണ്ട. 63 ലക്ഷം ചരിത്രമാണ്. ഇവിടുത്തെ ചരിത്രം എത്ര? 63 കൊല്ലത്തെ ചരിത്രമുള്ള ആവണിക്കാരാണ്. അപ്പൊ നമ്മുടെ തകച്ചത് നോക്കുന്നുണ്ട്. അയ്യോ, ഞാനൊന്നും 63 കൊല്ലം ഇവിടെ ഇല്ലേ എന്നുള്ളത്. ഇല്ലേ വേണ്ട, നാമമുണ്ടോ? എന്നാലും നമ്മുടെ അമ്മാമ്മയ്ക്ക് മറിച്ച് നോക്കിയേ പറ്റൂ.
മറിച്ച് നോക്കിയാൽ ഞാൻ സമ്മാനം തരുന്നില്ല, അല്ലാതെ പറഞ്ഞിട്ട് സമ്മാനം തന്നേ. 7-ാമത്തെ രസമാണ്. വെള്ളം നിലയെങ്കിൽ ധരിച്ചൊരു ഇങ്ങനെ അങ്ങോട്ട് തീർച്ചെല്ലുമ്പോ ചോദ്യം, വെള്ളം നിലയെങ്കിൽ ധരിച്ചവർ ഇവര് ആൻസർ എന്നാണ്? യജമാനൻ അറിയുമല്ലോ ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നതാണ്. അടുത്തത്, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അടുത്തത്, അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ അവനെ രാപ്പകൽ ആരാധിക്കും. വല്ലോ മനസ്സിലായോ? മനസ്സിലായത് സ്തോത്രം വന്നിരുന്നു, മനസ്സിലായില്ല, അതുകൊണ്ട് സ്തോത്രം വരാത്ത. എവിടെ ഇരിക്കും? എവിടെ ഇരിക്കും? അതിന്റെ സീരിയസ്നെസ് മനസ്സിലായി. എവിടെ ഇരിക്കുന്നത്? അവന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ. അതിന്റെ അർത്ഥം, അതിന്റെ ഗൗരവം മനസ്സിലായോ? ഇല്ല. സിംഹാസനത്തിന്റെ മുൻപിൽ ഇതുവരെ ഒരുത്തർ ഇരുന്നിട്ടില്ലെന്ന്. 24 മൂപ്പന്മാരുണ്ട്. അവന്മാരുടെ കീടങ്ങളെ താഴെ ഇട്ടുകൊണ്ട് വണങ്ങി നമസ്കരിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. വിശുദ്ധ ശ്രാപ്പന്മാർ അവനെ ആരാധിക്കുന്നത് 6 ചിറകുണ്ട്. 2 ചിറകുണ്ട് മുഖം മൂടി, ദൈവത്തിന്റെ വിശുദ്ധി കാണാൻ കഴിയില്ല. 2 ചിറകുകൊണ്ട് പാദം മൂടി അവന്റെ മുൻപിൽ നിൽക്കാൻ, അവന്റെ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യതയില്ല. 2 ചിറകുകൊണ്ട് പറന്നുകൊണ്ട് വിശുദ്ധൻ 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 എന്ന് ആരാധിക്കുന്ന ആരാധന ഇടത്തിലാണ് അവൻ വസിക്കുന്നത്. ആ ആരാധന സ്തുതിയുടെ വിശുദ്ധിയുടെ നിറവിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ വിശുദ്ധന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ നമ്മൾ ഇരുന്ന് അവന്റെ ആലയത്തിൽ അവന്റെ രാപ്പകൽ. അർത്ഥം മനസ്സിലായോ? അവിടെ ഇരിക്കാൻ പോവാ. കാരണം എന്താണെന്നറിയാമോ? അവനോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് എന്റെ മണവാളനാണ്. അവനോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് എന്റെ മണവാളനാണ്. അവന്റെ മണവാട്ടിയാണ് ഞാൻ. അബ്രഹാം അത് നോക്കിയിരിക്കുന്നേ ഉള്ളൂ. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് കൊണ്ടുള്ള വിശുദ്ധന്മാര് അവർ മാറി നിൽക്കും. മണവാട്ടിക്ക് മാത്രമേ പ്രത്യേകതയുള്ളൂ. മണവാട്ടിക്ക് മാത്രമേ ആ പ്രിവിലേജ് ഉള്ളൂ. അവന്റെ സിംഹാസനത്തിൽ അവന്റെ ആലയത്തിൽ മുൻപിലിരുന്ന് അയ്യോ അവനെ ആരാധിക്കും. സ്തോത്രം. നിത്യത ആരാധനയുടെ അവസരമായിരിക്കും. സ്തോത്രം. അത് സമാഗതമാവുന്നു. അതിനായി പ്രിയൻ മേഘത്തിൽ വരാറായി. ഹല്ലേലൂയ. എന്റെ ജനകാല സ്വപ്നമാണ്, സഭയുടെ ജനകാല സ്വപ്നമാണ്. എന്ത്? പ്രിയനെ നീ വേഗം വരേണമേ. ഭക്തരെല്ലാം പാടിയതാണ് അല്ലേ? കണ്ണനെ കാണുവാൻ ആർത്തി വളരുന്നു. നിങ്ങളൊക്കെ നമ്മൾ പാടിയ അങ്ങനല്ലേ? ആ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവാനിൽ. അവിടേക്കൊന്നും കേട്ടില്ലേ? ഏത് പാട്ടല്ല, കർത്താവ് വരുന്ന കാര്യത്തെ കുറിച്ച്. അയ്യോ സമയമായത്, ആരും റെഡി നോക്കാം. ആ ഇരിപ്പ് കണ്ടപ്പോ എനിക്ക് തോന്നി കഷ്ടകാലത്തിനായി ഇത് വന്നത്. നാളെ പറഞ്ഞേ വിശുദ്ധിയെ തികച്ചു ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുന്നതിൽ താമസം ഏറെയില്ല. പ്രിയൻ വരാറായി. ഹല്ലേലൂയ. എനിക്ക് എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന തരുന്നെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഇതിനെ കുറിച്ചൊക്കെ പറയാം. പ്രിയൻ വരാറായി. ഈ ദിവസങ്ങളെല്ലാം ദൂതതാ പോകുന്നതൊക്കെ അതാ പറയുന്നേ. ദൈവത്തിന് സ്തോത്രം. പ്രിയൻ വരാറായി, എന്റെ പ്രിയൻ വരാറായി, എന്റെ കാന്തൻ വരാറായി. വന്നാൽ എന്നോട് പറയുമ്പോ എന്താ? യോഹന്നാൻ 14 വായിച്ചേ. അവൻ പോയി സ്ഥലമൊരുക്കി പിന്നെയും വന്ന് ഞാൻ അങ്ങനെ പറഞ്ഞ പോരാ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിനു വേണ്ടിയോ. എന്റെ പദവി കണ്ടോ? അവൻ ഇരിക്കുന്ന ഇടത്ത് അവനോടുകൂടെ ഇരിക്കാൻ പുതിയ നിയമസഭയ്ക്ക് ഭാഗ്യമുണ്ട്. അബ്രഹാം ലഭിക്കാത്ത ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഞാൻ അവന്റെ പുത്രന്റെ മണവാട്ടിയാണ്. അതുകൊണ്ടാ പാടി എന്താക്കന്മാർ എന്ത് പാടി? തന്നെ കാണുവാൻ. അപ്പോഴറിയാം അതിനെ കാണാൻ. അത് ഇവിടെ വരെ വന്നില്ലേ? അല്ല, നിന്റെ അടുത്ത് എത്തിയില്ല. ഇവിടെ വരെ വന്നു, പക്ഷെ മോന്റെ അടുത്ത് എത്തിയില്ല. മോനെ ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു സ്ഥലം പാടാം. മോനെ വായിച്ചു ഓടിയതാ മതി. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ, എല്ലാ പ്രത്യാശ മറ്റുള്ളിലും കണ്ടാലും വേഗം ഞാൻ വന്നില്ല എന്നൂരാ ചെയ്ത പ്രിയൻ വരും നിശ്ചയം. കാന്തനെ കാണുവാൻ വളരുന്നേ, എല്ലാ പ്രത്യാശ മറ്റൊന്നിലും.
ഞാൻ എംഫസൈസ് ചെയ്യാൻ ആഗ്രഹിച്ചത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? എന്നിലും വിശ്വസിപ്പിൻ. കാരണം ദൈവത്തെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലും ഭാവത്തിലും വെളിപ്പെടുത്തുന്നവനാണ് ഞാൻ, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന അതേ സെൻസിൽ നിങ്ങൾ എന്നിലും വിശ്വസിപ്പിൻ. സ്തോത്രം. ഇത് നമുക്ക് ധൈര്യമായിട്ട് പറയാമോ? യെസ്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഉറപ്പോടെ ധൈര്യമായി പറയുന്നത് കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന നല്ല മക്കൾക്ക് ലോകത്തിൽ എന്നാ ഭാഗ്യമുണ്ട്. ഒരിക്കലും നിങ്ങൾ ചഞ്ചലപ്പെടാൻ അവൻ സമ്മതിക്കില്ല. അത് നമ്മളെ കരം പിടിച്ച് നടത്താൻ ശക്തൻ. തോമസ് ഡോർസി എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ അമേരിക്കൻ, കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് ജീവിതം സമർപ്പിച്ച ആളാണ്. കർത്താവിന്റെ വേല ഇങ്ങനെ സന്തോഷത്തോടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രത്യേകതയുണ്ട്. എവിടെയെങ്കിലും പോകണമെന്ന് കർത്താവ് പറഞ്ഞാൽ അറ്റ് എനി കോസ്റ്റ് ഈ ഒബേ. അദ്ദേഹം ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ധ്യാനനിവൃത്തനായിരിക്കുമ്പോൾ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടുന്ന് 7 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ പോയി കർത്താവ് വേല ചെയ്യണം. അദ്ദേഹത്തിന്റെ വൈഫ് ഡ്യൂ ടൈം അടുത്തിരിക്കുകയാണ്, പ്രഗ്നന്റാണ്, കൂടെ ആരുമില്ല, ഒരു വാടക വീട്ടിൽ താമസം. അദ്ദേഹത്തിന്റെ വൈഫിനോട് രാജു പറഞ്ഞു, അനി എന്നോട് ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വാഷിട്ടായിട്ടുണ്ട്. ഉടനെ അവൾ പറഞ്ഞു, അങ്ങയോട് ദൈവം പറഞ്ഞ് ഇതുവരെ ചെയ്യാതിരുന്നിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹം ദൈവത്തെ അനുസരിച്ചു. തൊട്ടടുത്തുള്ള ഒരു പ്രായമുള്ള അമ്മയെ ഈ പ്രിയപ്പെട്ടവരുടെ ചുമതല ഏൽപ്പിച്ചു. എന്തെങ്കിലും അസുഖം വന്നാൽ അടുത്തുള്ള മിഷൻ ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം യാത്രയായി. വലിയ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നടന്നു. ആളുകൾ ഒത്തിരി പേര് കൺവേർട്ട് ചെയ്ത് സഭ സ്ഥാപിച്ചു ആ പ്രദേശത്ത്. ആ സന്തോഷം പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടി വീട്ടിലേക്ക് വരികയാണ്. ഇൻ ദ മീൻ ടൈം അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഈ പ്രിയപ്പെട്ടവർക്ക് പ്രസവത്തിനോടുള്ള അനുബന്ധ അസ്വസ്ഥത തോന്നി. ഈ അമ്മ അടുത്തുള്ള മിഷൻ ഹോസ്പിറ്റൽ കൊണ്ടുവരുന്നു. അവരെ അഡ്മിറ്റ് ചെയ്തു. വൈദ്യശാസ്ത്രം ഈ സ്ത്രീയുടെ മുന്നിൽ പരാജയപ്പെട്ടു. അവിടുത്തെ ഡോക്ടേഴ്സ് ചോദിച്ചു, ഈ പ്രിയപ്പെട്ടവരുടെ ഹസ്ബൻഡ് എവിടാണ്? അമ്മ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, എന്നോട് ഇത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അദ്ദേഹം ഒരു മിഷണറിയാണ്, അതായത് എനിക്ക് വേണ്ടി പോയിരിക്കുകയാണ്. വിശദീകരിക്കാതെ ചുരുക്കി പറയട്ടെ, അദ്ദേഹത്തിന്റെ ആബ്സൻസിൽ, ഈ മിഷണറിയുടെ ആബ്സൻസിൽ ആ പ്രിയപ്പെട്ടവർ ഡോക്ടറോട് യാത്ര പറഞ്ഞു, കുഞ്ഞിൻ്റെ ഡോക്ടറോട് യാത്ര പറഞ്ഞു. എന്ന് വരുമെന്ന് അറിയായികയാൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് മിഷൻ ബിൽഡിംഗ് ഉള്ള ചർച്ചുണ്ട്. ആ ചർച്ചിൻ്റെ അടുത്ത് സിംപ്ലിയിൽ ഈ പ്രിയപ്പെട്ടവരെ സംസ്കരിച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സന്തോഷം പങ്കുവയ്ക്കുന്നതിന് വീട്ടിലേക്ക് അദ്ദേഹം വരികയാണ്. ഒന്നും അറിയുന്നില്ലല്ലോ, കമ്മ്യൂണിക്കേഷൻ ഒന്നും വളരെ കുറവാണ്. വീട് പൂട്ടിയിട്ടിരിക്കുന്നതല്ലോ. ആ അമ്മ ഇറങ്ങി വന്നു. ആ അമ്മ വന്ന് അദ്ദേഹത്തിൻ്റെ തോളിൽ തട്ടി, ഡോർസി, നീ എപ്പോഴും പറയാറില്ലേ ദൈവം ദോഷത്തിനൊന്നും ചെയ്യുന്നത്? അതങ്ങനെ സംഭവിച്ചു. നീ എവിടെ നിന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ആ സെമിട്രിയിൽ എനിക്കവിടെ കുഞ്ഞിനെ മാറുകയുണ്ടായിരുന്നു. വിറയ്ക്കുന്ന കൈകളോടുകൂടെ താക്കോൽ കയ്യിൽ വാങ്ങിച്ച് വീട് തുറന്ന് അകത്ത് കയറി. തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ സംഗീതജ്ഞനാണ്, പാട്ടുപാടുന്ന ആരാധിക്കുന്ന തൻ്റെ മുറിയിൽ കയറി. വേദനിക്കുന്ന ഹൃദയം, അദ്ദേഹത്തിൻ്റെ വേദനിക്കുന്ന ഹൃദയം ആശ്വസിപ്പിക്കുന്ന സ്വർഗത്തിൻ്റെ ഹൃദയവുമായി സമ്മേളിച്ചു. അദ്ദേഹത്തിൻ്റെ നഗരപടങ്ങൾ നടന്നു വീണ ഗാനത്തിൻ്റെ വരികൾ ജിംബ്രേസ് എന്ന് പറയുന്ന പാട്ടുകാരൻ പാടിയിട്ടുണ്ട്. യൂട്യൂബിൽ നിങ്ങൾക്ക് ജിംബ്രേസ് ടേക്ക് മൈ ഹാൻഡ് പ്രഷ്യസ് നോട്ടാണ് അതിന് ടൈപ്പ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ചരണം മാത്രം ഞാൻ പാടാൻ ശ്രമിക്കുകയാണ്. ജീവിതത്തിൽ ചിലതൊക്കെ നമുക്ക് സംഭവിക്കാൻ ആഗ്രഹിക്കാത്ത സംഭവിച്ചേക്കാം. പതറാതെ കുതറാതെ നിലനിൽക്കാൻ കഴിയണമെങ്കിൽ ഒരുമിച്ച് പറയാൻ കഴിയണം. ടേക്ക് മൈ ഹാൻഡ് പ്രഷ്യസ് നോട്ട്. By my way, Lord, precious Lord, linger near. When my life is almost gone, hear my cry, hear my call. Hold my hands lest I fall. Take my hands, precious Lord, lead me on. Take my
Precious Lord, lead me on, let me stand. I am tired and weak and run. Through the storm, through the night, lead me on to that light. Take my hands, precious Lord, lead me on. Take my hands, precious Lord, lead me on. ജീവിതത്തിന്റെ നിർണായക നിമിഷങ്ങളിൽ നീ ആയിരിക്കുന്ന ഇടത്ത് കരം പിടിച്ച് ബലപ്പെടുത്തി ഉറപ്പിച്ച് മുന്നോട്ട് നയിക്കാനും കെൽപ്പുള്ള ഒരുത്തരുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുകയും. ഇന്ന് വേദനിക്കുന്ന ഹൃദയത്തിന്റെ ഉടമയായ ആരെന്ന് ഇവിടെയുണ്ട്. നിങ്ങളെ അറിയുന്ന പ്രിയൻ ഇവിടെയുണ്ട്, നിങ്ങളെ കാണുന്ന പ്രിയൻ ഇവിടെയുണ്ട്, ഏകാന്തത കാണുന്ന ഒരുത്തരുണ്ട്, കൈപ്പേറിയ അനുഭവങ്ങൾ പോകുന്നതിന്റെ തീവ്രത അറിയുന്ന ഒരുത്തനേ ഉള്ളൂ. പേഴ്സണലി പേര് തന്നെ വിളിച്ചുകൊണ്ട് പറയുക. സ്വന്തത്തോട് പറയാം, കർത്താവിനോട് പറയാം. Hold my hands lest I fall. Take my hands, precious Lord. ഇന്ന് വേദനിക്കുന്ന മനസ്സിന്റെ ഉടമകളെ അടുക്കലേക്ക് ആ കരം നീട്ടിയിരിക്കുന്നു, സ്വർഗത്തിന്റെ കരം. എത്ര പേർക്ക് ആ കരം പിടിക്കാൻ ആഗ്രഹമുണ്ട്? കരങ്ങൾ നിർത്തിയാൽ സ്വർഗം നിങ്ങളെ പിടിക്കുകയാണ്. ആ ചരണം മാത്രം, അതിന്റെ കോറസ് മാത്രം ഞാൻ പാടാം. കണ്ണുകളടയ്ക്കാം, കണ്ണുകളടച്ചു കർത്താവേ നീ എന്റെ കരങ്ങളെ പിടിക്കണമെന്ന് പ്രാർത്ഥിക്കാം. Precious Lord, take my hands, lead me on, let me stand. I'm weak and worn, I'm tired. Through the storm, through the night, lead me on to that light. Take my hands, precious Lord, lead me on. അങ്ങനെയുള്ള കരങ്ങൾ പിടിച്ചില്ലെങ്കിൽ നിങ്ങൾ വീട് കൊടുക്കണ്ടാവേ. സംഘർഷകരമാണ് ഞങ്ങളുടെ ജീവിതം, വേദന നിറഞ്ഞതാണ് ജീവിതം. എന്നാ സംഭവിക്കുന്നേക്ക് അറിഞ്ഞൂട. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാ, എന്ത് സംഭവിച്ചാലും ഞങ്ങളുടെ കരങ്ങൾക്ക് പിടിക്കാൻ ഒരു പ്രിയൻ ഞങ്ങൾക്കുണ്ടല്ലോ. സ്തോത്രം. ആ പ്രിയനോടൊത്ത് 26 തരുവാക്കണമെന്ന് അനുഗ്രഹിക്കണമേ. മെസ്സിഹായുടെ നാമത്തിലുള്ള പ്രാർത്ഥന ദയവായി കേൾക്കണമേ. ആമേൻ. താങ്ക് യു വെരി മച്ച്.